ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മളുടെ ഈ ദൈവശക്തി വ്യാപരിക്കുന്നു എന്നുള്ള ഓൺലൈൻ ധ്യാനത്തിൻ്റെ 28ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. 1-ാം പ്രമാണത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 17ാമത്തെ സെഷനുമാണ് ഇത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1-ാം പ്രമാണത്തെക്കുറിച്ച് സഭ നൽകുന്ന പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2112ാമത്തെ ഖണ്ഡികയിൽ 1-ാം പ്രമാണത്തിന് വിരുദ്ധമായ വിഗ്രഹാരാധനയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് നമുക്കിന്ന് ശ്രദ്ധിക്കാം. അവിടെ നമ്മൾ വായിക്കുകയാണ്: പ്രഥമ കൽപ്പന ബഹുദേവതാവാദത്തെ ശപിച്ചു തള്ളുന്നു. മനുഷ്യൻ ഏകദൈവത്തെ അല്ലാതെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുകയോ മറ്റു ദേവന്മാരെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് അത് ആവശ്യപ്പെടുന്നു. ഈ ഒരു തലത്തിൽ, വിഗ്രഹാരാധനയുടെ തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രമാണലംഘനം ഉണ്ടാകുന്നുണ്ടോ? അതുവഴി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നതിന് തടസ്സം വന്നു പോകുന്നുണ്ടോ? ഏതൊക്കെ മേഖലകൾ അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിച്ചും വന്നുപോയ കുറവുകൾ തമ്പുരാൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചും നമുക്ക് ഈ ഒരു മേഖലയെ ഒന്ന് ഫ്രീ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. വിഗ്രഹാരാധനയിലേക്ക് കടക്കുമ്പോൾ ആവശ്യത്തിൽ നമ്മൾ ചിന്ത വരുമ്പോൾ, ഇവിടെ തൊട്ടടുത്ത ഖണ്ഡിക 2113ാമത്തെ ഖണ്ഡികയിൽ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പറയുകയാണ്: പല രക്തസാക്ഷികളും മരിച്ചത് മൃഗത്തെ ആരാധിക്കുന്നതിന്, അങ്ങനെ ആരാധിക്കുന്നതായി നടിക്കുന്നതിന് പോലും വിസമ്മതിച്ചുകൊണ്ടാണ്. അപ്പം മൃഗത്തെ ആരാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. വെളിപാട് പുസ്തകത്തിൽ 13ാം അധ്യായത്തിൽ 2 മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു അനുഭവത്തെ, വചന പരാമർശത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മൃഗത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. ഈ മൃഗം എന്ന് പറയുന്നത് സകല വിഗ്രഹങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആ മൃഗത്തെ ആരാധിക്കുന്നതിന് വിസമ്മതിച്ചു രക്തസാക്ഷികൾ. അങ്ങനെ ആരാധിക്കുന്നതായി നടിക്കുന്നതിന് പോലും വിസമ്മതിച്ചു. ഒരു ഭാവം പോലും, നാട്യം പോലും ആ മേഖലയിലില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ കണ്ടൊരു കാര്യമാണ്. സർവശക്തനായ ദൈവം കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ള നിഷ്കർഷ നമുക്ക് വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ വചനത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഈശോ തന്നെ പഠിപ്പിക്കുമ്പോൾ ഭോഷ വിഡ്ഢി എന്നുള്ള കോപത്തിൻ്റെ ഒരു വാക്ക് പോലും കൊലപാതകം തന്നെ, ഹൃദയത്തിൽ കൊലപാതകം 5-ാം പ്രമാണം ലംഘിക്കുന്നതാണ് എന്നും മത്തായി 5:21 മുതലാണല്ലോ വചനം വ്യാഖ്യാനം വിശദീകരണം നമ്മൾ കാണുന്നത്.
മത്തായി 5:27 മുതൽ നമ്മൾ കാണുന്നുണ്ട്. 6-ാം പ്രമാണത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ആസക്തിയുടെ നോട്ടം പോലും നമ്മൾ കുറച്ചു നേരം കണ്ടതാണ്. വ്യർത്ഥമായൊരു വാക്ക് പോലും നമ്മൾ ഒഴിവാക്കണം. അതേ എന്നുള്ളപ്പോൾ അതേ, അല്ല എന്നുള്ളപ്പോൾ അല്ല, അതിനപ്പുറം വരുന്നത് നുണ, ദുഷ്ടനിൽ നിന്നാണ്. അങ്ങനെ ഈശോയ്ക്ക് എപ്പോഴും കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ ഗൗരവമാണ് ഈശോ അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ കണ്ടതാണ്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊറോണ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലെ കൊച്ചു കൊച്ചു സാഹചര്യങ്ങളിൽ പോലും എന്തുമാത്രം കെയറാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെറിയ കാര്യങ്ങൾ അവഗണിച്ചാൽ വലിയ തകർച്ചകളിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് സഭയുടെ പ്രബോധനം ശ്രദ്ധിക്കുമ്പോൾ സഭ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ഈ ആരാധന, വിഗ്രഹങ്ങളുടെ മുമ്പിലുള്ള ആരാധനയുടെ നാട്യം പോലും ആളുകൾ സമ്മതിച്ചിരുന്നില്ല. വിശുദ്ധരായ രക്തസാക്ഷികൾ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. നാട്യം പോലും ബാഹ്യമായിട്ട് പോലും ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ആശയത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മക്കബായരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഒരു അനുഭവത്തിലൂടെ വിശദീകരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 18 തിരുവചനങ്ങളിൽ എലയാസറുടെ രക്തസാക്ഷിത്വം എന്ന ഹെഡിങ്ങിലൊരു വചനഭാഗം കിടപ്പുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഈ അന്ത്യോക്കസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദരെ അവർ കീഴ്പ്പെടുത്തി ഭരിക്കുമ്പോൾ യഹൂദരോട് അവർക്ക് നിഷിദ്ധമായ വിഗ്രഹാരാധനയ്ക്ക് കീഴ്പ്പെടാനായിട്ട്, നിഷിദ്ധമായ പന്നിമാംസം കഴിക്കാനായിട്ടൊക്കെ നിർബന്ധിച്ചുകൊണ്ട് അതിന് സമ്മതിക്കുന്നില്ലാത്തവരെ പീഡിപ്പിച്ച് കൊല്ലുന്ന അവസ്ഥ, ഭീകരമായ മതപീഡനം നൽകി. അപ്പോൾ മക്കബായരുടെ ആ കാലഘട്ടത്തിൽ മക്കബായരുടെ പ്രശ്നത്തെക്കുറിച്ച് വിശദമായ പ്രതിപാദനം നമ്മൾ കാണുകയാണ്. പല സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു സംഭവം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉന്നത സ്ഥാനീയനായ ഒരു നിയമജ്ഞനും കുലീന ഭാവത്തോട് കൂടിയവനും വയോധികരുമായ എലയാസറിൻ്റെ വായ പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ചു തുറന്നു. അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു. ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിഷിദ്ധ വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുകയാണ്. ഇത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് അവിടെ സഭയുടെ മതബോധനത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു നാട്യം പോലും അഭിനയിച്ചുകൊണ്ട് പോലുമുള്ള ഒരു വിഗ്രഹാരാധനയുടെ ഒരു നിസ്സാരമായ കാര്യം പോലും അവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സങ്കീർത്തനം 16 ആദ്യ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം, ദേവീദേവന്മാരുടെ നാമം പോലും ഞാൻ ഉച്ചരിക്കില്ല, അവിടെ പേര് പോലെ എൻ്റെ അതിർത്തിന് വരില്ല. അങ്ങനെയുള്ള വലിയൊരു ചിട്ട നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും, പഴയ നിയമത്തിലും. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആഴം കാണാം. അത് കഴിഞ്ഞ് വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോഴും ഇവിടെ മതബോധന ഗ്രന്ഥത്തിൽ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനായിട്ട് വന്ന ആദിമസഭയിലെ അനേക വിശുദ്ധർ ആ ചിട്ട എടുത്തവരാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ദൈവസഹായം പിള്ള, അദ്ദേഹം ഹൈന്ദവ സഹോദരനായിരുന്നു. പിന്നീട് ഈശോയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ ഈശോയുടെ വിശ്വാസം സ്വീകരിച്ചു, മാമോദിസ സ്വീകരിച്ച് കത്തോലിക്കനായി. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും നാട്ടുകാരും അധികാരികളും രാജാവ് ഉൾപ്പെടെ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നടന്ന പരിശ്രമങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ കുറേയെല്ലാം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാടുകളിൽ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, ഏറ്റവും പ്രിയപ്പെട്ടവരും അടുത്തവരും ഒക്കെ അത് കുടുംബാംഗങ്ങൾ, അവിടെ ചില അക്രൈസ്തവ രീതിയിലുള്ള ആരാധനാ വിധികളും പൂജകളും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിന് കൊടുക്കാനായിട്ട് നോക്കിയിട്ട് അദ്ദേഹം അത് ഒരു തരത്തിന് കഴിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ ഇടവന്നത്, രക്തസാക്ഷിക്ക് പോകാൻ ഇടവന്നതിൻ്റെ ഒരു കാരണം ഇതാണ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു, പുതിയ നിയമത്തിൽ കാണുന്നു, ആദിമസഭയിൽ കാണുന്നു, നമ്മുടെ കാലഘട്ടം നമ്മുടെ നാട്ടിൽ പോലും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ട നമ്മൾ കഴിഞ്ഞ കണ്ടു. ബൈബിളിൽ അത് ഗൗരവത്തോടെ ഈശോ എടുക്കുന്നൊരു ചിട്ട തന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ജാഗ്രത ശ്രദ്ധ ആവശ്യമാണ് എന്ന് നമ്മളിവിടെ ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് അല്പം കൂടെ വായിച്ച് ശ്രദ്ധിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായ ഒരു ബലം പ്രയോഗിച്ച് തുറന്നിട്ട് വായിലേക്ക് പന്നിമാംസം തിരികെ കയറ്റി വെച്ച് കൊടുത്തത് തുപ്പിക്കളഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ രുചിക്കാൻ പോലും തയ്യാറായെന്ന് പറഞ്ഞിരിക്കുകയാണ്. 21 വാക്യങ്ങൾ: നിശബ്ദമായ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് ഭക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലിവിരുന്നിൻ്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായി നിർബന്ധിച്ചു. അപ്പോൾ ഈ അരാജകരായ വ്യക്തികൾ
ഈ എലയാസാറിനോട് ആദരവ് ബഹുമാനമുള്ള നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ എലയാസാറിനെ ഇങ്ങനെ പിടിപ്പിച്ചു കൊല്ലാൻ അവർക്ക് മനസ്സിൻ്റെ താല്പര്യമില്ല. അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് ധാരണ ഉണ്ടാക്കി പറയുകയാണ്, കഴിക്കാൻ ആട്ടിറച്ചി ഉദാഹരണത്തിന് കഴിക്കാമല്ലോ, യഹൂദർ കഴിക്കാം, അതുകൊണ്ട് ആട്ടിറച്ചി ഞങ്ങൾ തയ്യാറാക്കിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് ബലിവിരുന്നിൻ്റെ പന്നിമാംസം എന്നുള്ള എടുക്കുന്ന ആ പാത്രത്തിൽ ഞങ്ങൾ വേറെ പാത്രത്തിൽ ആ രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് പന്നിമാംസമല്ല ആട്ടിറച്ചിയാണ് തരുന്നത്. അതുകൊണ്ട് അത് ധൈര്യമായിട്ട് കഴിച്ചു, നമുക്ക് തെറ്റില്ലല്ലോ. അപ്പോൾ രാജാവ് മറ്റുള്ളവർ വിചാരിച്ചുകൊള്ളും പന്നിമാംസം കഴിച്ചു, അതുകൊണ്ട് കൊല്ലണ്ട നിങ്ങളെ, അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലാതെ വിടുകയും ചെയ്യാം. അങ്ങനെ രഹസ്യമായിട്ടൊരു ഗൂഢമായ നാട്യത്തിലൂടെ ഈ ഒരു പീഡനത്തെ മരണത്തെ മറികടക്കാൻ ഉള്ള അവസരം ഈ ആരാചാരന്മാർ ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷെ അതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് കാണുന്നത്. 22-ാം വാക്യം, അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവതത്വവുമായ നിയമത്തിന് യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചുകൊള്ളാൻ അവരോട് പറഞ്ഞു. തന്നെ കൊന്നു കളഞ്ഞോളാൻ പറയുകയാണ്. അവൻ തുടർന്നു, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. എലയാസർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. അതുകൊണ്ട് ഈ പ്രായം 90-ാം വയസ്സിൽ ഞാൻ അഭിനയിക്കാനില്ല. അതാണ് മതഗ്രന്ഥം പറയുന്നത്. നടിക്കാൻ പോലും അങ്ങനെ ഭാവിക്കാൻ പോലും വിശുദ്ധർ തയ്യാറായിരുന്നില്ല. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി എൻ്റെ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും ചെറുപ്പക്കാരെയും മറ്റു ജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അപമാനിതമാക്കുകയും ചെയ്യും. തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്നും ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയും. അങ്ങനെ നല്ല തൻ്റെ ഇടമായിട്ട് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. തുടരുകയാണ്, സംഭവിച്ചവും വിശുദ്ധമായ നിയമത്തിന് വേണ്ടി എങ്ങനെയാണ് സോമനസാര ശ്രേഷ്ഠമരണം വരിക്കേണ്ടത് എന്നുള്ളതിന് യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത്. ഇത് പറഞ്ഞിട്ട് അവൻ പീഡന യന്ത്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അല്പസമയം മുമ്പ് തന്നോട് സന്മനസ്സോടെ വർദ്ധിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി. അവരുടെ നോട്ടത്തിൽ അവൻ്റെ വാക്ക് തന്നെ ഭ്രാന്തായിരുന്നു. ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവൻ ഈ കാണുന്നവരുടെ ഈ 90 വയസ്സുകാരൻ എലയാസർ ഇത്രയോ ജീവൻ രക്ഷപ്പെടുവാൻ അവസരം ഉണ്ടായിട്ട് എന്തേ അത് ഉപയോഗപ്പെടുത്താത്തത്? ഇത് വട്ട് തന്നെയാണെന്ന് അവർ വിചാരിച്ചു, ഭ്രാന്താണെന്ന് കരുതി. മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദന ഉണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ അവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടത്തേക്ക് തൻ്റെ പരിശുദ്ധ ജ്ഞാനത്തിൽ വ്യക്തമായി അറിയാം. ശരീരത്തിൽ പീഡ സഹിക്കുമ്പോൾ ഞരങ്ങി. ഈശോ പോലും കുരിശിൽ കിടന്ന് പീഡ സഹിക്കുമ്പോൾ വാ വിട്ട് നിലവിളിച്ചു എന്ന് വെച്ചുകൊണ്ട് ഈശോ കുരിശമരണത്ത് മണ്ടത്തരം പറ്റിപ്പോയി എന്നുള്ളതല്ല. വേദന തന്നെയാണ്. പക്ഷെ വേദനയുടെ കടന്നു പോകുമ്പോൾ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ പിതാവിൻ്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവസാനം ഈശോ തുറന്ന് പറയുകയും ചെയ്തു, പിതാവെ അങ്ങയുടെ കരയുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. അപ്പോൾ ഈശോ അറിഞ്ഞ് മരണത്തിലേക്ക് പോകുമ്പോൾ ഗസമതോട്ടത്തിൽ വെച്ച മരണത്തിൻ്റെ അടുത്ത നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ ഞെരുങ്ങിയിട്ട് ചോര വേർത്ത് ഒഴിവാക്കി കിട്ടാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട് മാനുഷികമായി. എങ്കിലും ഈശോ പിതാവിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ എലയാസർ പീഡനയന്ത്രത്തിൻ്റെ അടുത്തേക്ക് സന്മനസ്സോടെയാണ് ബോധത്തോടെയാണ് ചെല്ലുന്നത്. പക്ഷേ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മരണപീഡയിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം ഞരങ്ങി നിലവിളിക്കുന്നുണ്ട്. നിലവിളിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെ നിലവിളിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഉള്ള് തമ്പുരാനോട് ചേർന്നായിരിക്കുന്ന എൻ്റെ ഉള്ള് തമ്പുരാൻ്റെ കരക്ക് സമർപ്പിക്കുകയാണ്. ദൈവത്തിന് അറിയാം. അവിടെ എൻ്റെ നിലവിളി കേട്ട് നിങ്ങൾ ആരും സന്തോഷിക്കേണ്ട എന്നെ പറയുകയാണ്. അങ്ങനെ അവൻ മരിച്ചു. യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവനും തൻ്റെ മരണത്തിന് ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകിക്കൊണ്ട് ആ ജീവിതം പൂർത്തീകരിച്ചതിനെ പറ്റി ഇവിടെ നമ്മൾ വായിക്കുകയാണ്. അപ്പം ഇവിടെ സഭയുടെ മതപഥത്തിൽ പറയുകയാണ്, മൃഗത്തെ ആരാധിക്കുന്നതിന് അങ്ങനെ ആരാധിക്കുന്നുണ്ട് നടിക്കുന്നതിന് പോലും തയ്യാറാകാതെയാണ് ഈ വലിയ വിശുദ്ധര് രക്തസാക്ഷികളൊക്കെ മരണത്തെ സ്വീകരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയെ തള്ളി പറഞ്ഞത്. ഈ ഒരു മേഖലയിൽ നമുക്കും ഈ ഒരു ജാഗ്രത ആവശ്യമായിട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി മൃഗത്തെ ആരാധിക്കുന്നതിന് എന്നൊരു സൂചന തന്നിരിക്കുകയാണ്. ആ ഒരു റെഫറൻസ് ഞാൻ സൂചിപ്പിച്ചു. അത് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 2 മൃഗങ്ങളെ പറ്റിയുള്ള പരാമർശനം കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ കാണുകയാണ് 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പ് 7 തരം കൊമ്പുകളിൽ 10 രക്തങ്ങളുടെ തലങ്ങളിൽ ദൈവദൂഷണം വരെ നാമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ തുടർന്ന്
വായിക്കുകയാണ്, മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവൻ സർപ്പത്തെ ആരാധിച്ചു. ആരാണ് അധികാരം നൽകിയത്? 2-ാം വാക്യം പറയുകയാണ്, സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. ഇപ്പം മൃഗമെന്ന് പറയുന്നത് സർപ്പമല്ല യഥാർത്ഥത്തിൽ, പക്ഷേ അത് ഭൂമിയിൽ ആരാധനാ സ്ഥാനത്തേക്ക് പൊങ്ങി വരുന്ന മറ്റ് ചില സാന്നിധ്യങ്ങളാണ്, മറ്റ് ചില അടയാളങ്ങളാണ്. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സർപ്പമാണ്. പിശാചാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സർപ്പം 2-ാം വാക്യം പറയുകയാണ്, സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും ഈ മൃഗത്തിന് കൊടുത്തു. അപ്പൊ മറുവശത്ത് തിരിച്ച് 4-ാം വാക്യം, മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവ സർപ്പത്തെ ആരാധിച്ചു. ഇപ്പൊ ഈ മൃഗവും മൃഗത്തോട് ചേർന്ന് നിൽക്കുന്നവർ സർപ്പത്തെ ആരാധിക്കുകയാണ്. ഇപ്പൊ ഈ മൃഗത്തെ പോലെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നത് തന്നെ സർപ്പമായിട്ട് കാണപ്പെടുന്നില്ല, പക്ഷെ അതിന്റെ പിന്നിലുള്ളത് സർപ്പമാണ് എന്നിവിടെ നമ്മൾ കാണുകയാണ്. തുടർന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ 11-ാം വാക്യത്തില് വീണ്ടും മറ്റൊരു മൃഗത്തെ, 2-ാമത്തെ മൃഗത്തെ കാണുകയാണ്. അതിന് കുഞ്ഞാടിൻ്റെത് പോലെ 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷെ സർപ്പത്തെ പോലെ സംസാരിച്ചു. കുഞ്ഞാടിൻ്റെത് പോലെ എന്ന് പറയുമ്പോൾ ദൈവപുത്രനായ ഈശോയിലേക്കാണ് സൂചന. അപ്പൊ ദൈവപുത്രന്റെ സ്ഥാനത്തേക്ക് കയറി വരുന്ന ഒരു മൃഗം, അത് ദൈവപുത്രനല്ല, ഈശോ ആ കുഞ്ഞാടല്ല. അതുകൊണ്ട് പൈശാചിക സേവക്കാരുടെ പല പ്രതിമകളും രൂപങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ ആടിൻ്റെ മുഖം അവർ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ആടിൻ്റെ മുഖം അത് വന്നിരിക്കുന്നത് ഈ ഒരു പരാമർശത്തിൽ നിന്നാണ്. കുഞ്ഞാടായ ഈശോയെ പരിഹസിച്ചതിന് ബദലായിട്ട് നിൽക്കുന്ന പൈശാചിക മൃഗമായിട്ടാണ്. അവിടെ ഒരു ഭീകര രൂപത്തിലുള്ള കുഞ്ഞാടിൻ അല്ലെങ്കിൽ ആടിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ച് അത് വിപുലമായിട്ട് എന്നപോലെ സാത്താൻ ആരാധകര് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. 2 കൊമ്പുള്ള ഒരു ആടിൻ്റെ രൂപം അത് വികൃതമായിട്ട് പലരും ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ആരാധന വിഷയം. അത് ഈ മൃഗം, അതിൻ്റെ പുറകെ സർപ്പം, അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ സർപ്പത്തെ പോലെ സംസാരിച്ചു, കുഞ്ഞാടിനെ പോലെ കാണപ്പെടുന്ന സർപ്പത്തെ പോലെ സംസാരിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക പോലും ചെയ്ത വലിയ അടയാളങ്ങളും മനുഷ്യ മുമ്പാകെ കാണിച്ചു. അടയാളങ്ങൾ കാണിക്കുകയാണ് എന്ന് വെച്ചാൽ അത്ഭുതകരമായ പല പ്രവർത്തികളും ചെയ്യുന്നു. ആകാശത്ത് തീ ഇറക്കുക പോലും ചെയ്തുകൊണ്ട് ബൈബിളില് കർമ്മലമലയില് ഏലിയ പ്രവാചകൻ തീ ഇറക്കി ദൈവത്തിന്റെ ബലി അർപ്പിക്കും നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ പിശാചിനെ കുറിച്ച് എപ്പോഴും ഉള്ളൊരു കാര്യം, ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, അതിനെ അനുകരിക്കാൻ നോക്കുകയാണ് വികൃതമായ രീതി. സാത്താന്റെ പരിപാടി എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞാട് ഈശോ, പക്ഷെ ഇവിടെ വികൃതമായ ഒരാടാണ്. ഇവിടെ തീ ഇറക്കി അടയാളം കാണിക്കുകയാണ്. നമ്മൾ മോശ പുറപാട് വന്ന് നിൽക്കുമ്പോൾ ദൈവം കൊടുത്ത അടയാളം, വടി കയ്യിലുള്ളത് നിലത്തേക്ക് ഇട്ടു, സർപ്പമായിട്ട് മാറി. അപ്പോൾ ഫറവോ മന്ത്രവാദികളെ വിളിച്ചു വരുത്തി. അവർ ചെയ്യുന്നതും സമാനമായ പ്രവൃത്തിയാണ്. അവരുടെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇട്ടു, അത് പാമ്പുകളായിട്ട് മാറി. പക്ഷെ പിന്നീട് നമ്മളോട് വായിക്കുന്നുണ്ട്, മോശയുടെ വടി സർപ്പമായത്, ആ സർപ്പം ഈ പാമ്പ് ഈ മറ്റു മനുഷ്യന്മാരുടെ പാമ്പുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളോട് അനുകരിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇമിറ്റേഷൻ, മിമിക്ക് ചെയ്യുക സാത്താൻ്റെ രീതിയാണ്. നമ്മൾ കുർബാന അർപ്പിക്കുന്നു, മാസ്, അവർ ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുന്നു. അവരുടെ പല ആഘോഷ ദിവസങ്ങളും ഒക്കെ ക്രൈസ്തവ വിശുദ്ധ ദിവസങ്ങളുടെ അവസരം തന്നെയാണ്. ഈസ്റ്ററിനും അതുപോലെ തന്നെ ക്രിസ്മസിനും അതുപോലെ പെസഹായ്ക്കും പന്തക്കുസ്തായ്ക്കും ഒക്കെ അവർ ബദലായിട്ട് പൈശാചികമായ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് വായിച്ചു കേൾപ്പിച്ച അമേരിക്കയിലെ ആ പോലീസ് റിപ്പോർട്ടിനകത്ത് സാത്താൻ കൾട്ട് അവയർനെസ്, അതിനകത്ത് ഏതാണ്ട് 125ഓളം ആഘോഷ ദിവസങ്ങൾ ഒരു വർഷത്തിൻ്റെ കലണ്ടറിൽ അവർ പഠനം നടത്തി അന്വേഷിച്ച് കണ്ടുപിടിച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ സഭയുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ തിരുനാൾ ദിവസങ്ങൾ തന്നെയാണ്. അതേ ദിവസങ്ങൾ അതിന് പരിഹാസമായിട്ടുള്ള കർമ്മങ്ങൾ അവർ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ബലിയർപ്പണം എല്ലാം, നരബലി എല്ലാം ഉൾപ്പെടെ അങ്ങനെ പരിഹസിക്കുകയാണ്. അപ്പോൾ ഇവിടെ വലിയ അടയാളങ്ങൾ കാണിച്ചിട്ട് ആൾക്കാരെ വഴിതെറ്റിക്കാനായിട്ട് നോക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ 18-ാം വാക്യം പറയുകയാണ്, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. 666 പൈശാചിക നമ്പറാണ്, നമുക്കറിയാം. അത് ഒരു മനുഷ്യന്റെ സംഖ്യയാണെന്ന് പറയുന്നു, മൃഗത്തിന്റെ സംഖ്യയാണെന്ന് പറയുന്നു. ഒപ്പം അതിനപ്പുറം നമ്മൾ വായിച്ചു വന്ന് 15 വെച്ച് നോക്കുമ്പം സർപ്പത്തിന്റെ സൂചനയാണ്. അപ്പോൾ സാത്താൻ ആരാധകർ ഉപയോഗിക്കുന്ന ഒരു അക്കമാണ്, സംഖ്യയാണ് ഈ 666 എന്ന് നമ്മൾ കാണുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ മൃഗത്തെ ആരാധിക്കുക. അപ്പൊ ഈ മൃഗമായിട്ട് കാണപ്പെടുന്ന നേരെ സർപ്പമല്ല, സാത്താൻ പരസ്യമായിട്ട് തന്നെ ആരാധനയ്ക്കായിട്ട് കാണിക്കുന്ന നമ്മൾ വേറെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഈ 1-ാം പ്രമാണത്തിന്റെ പരിചിന്തനം എടുത്തപ്പോൾ ഞാനാണ് ദൈവമായ കർത്താവ്, ഞാനല്ല വേറെ ദൈവത്തിനെ കൊണ്ടായിരുന്നു പറയുമ്പം ആ വേറെ ദൈവമായിട്ട് കയറി വരുന്ന 1-ാമത് സർപ്പം
സാത്താൻ തന്നെ നേരിട്ട് സാത്താൻ ആരാധന. രണ്ടാമത് നമ്മൾ കണ്ടു സാത്താനെ ശക്തി എടുക്കുന്ന ആളുകൾ പല രീതിയിൽ ആൾക്കാരെ ആഭിചാര കർമ്മങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷ തരത്തിലുള്ള പ്രവചനങ്ങൾ, ഭാവി പ്രവചനം ഒക്കെ വഴി ആൾക്കാരെ കൂട്ടി അങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ ആഭിചാരത്തിൻ്റെ മറ്റു കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ അടുത്ത തലമാണ് വിഗ്രഹങ്ങളിലൂടെ ദേവീദേവന്മാരിലൂടെ സാത്താൻ തന്നെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ദേവീദേവന്മാരെന്ന് പറയുന്നത് എന്താണ്, അവയ്ക്ക് സാത്താനുമായിട്ട് ബന്ധം എന്താണ് എന്നുള്ളതിൻ്റെ ആഴപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഈ വെളിപാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ സർപ്പം പുറകിലാണ് നിൽക്കുന്നത്, മൃഗമാണ് മുന്നിൽ നിൽക്കുന്നത്, മൃഗത്തെയാണ് ആരാധിക്കാൻ, മൃഗമാണ് അടയാളങ്ങൾ കാണിക്കുന്നത്. അപ്പം മൃഗത്തിന് പക്ഷേ ഈ അടയാളം കാണിക്കാനുള്ള അധികാര ശക്തി എല്ലാം കിട്ടും സർപ്പത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് അതിൻ്റെ പുറകെ സർപ്പം നിൽക്കുന്നു. അപ്പം ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ വിഗ്രഹാരാധന, ദേവീദേവന്മാർ അവരെക്കുറിച്ച് പരാമർശിക്കുന്നതായ 2112, 2113 ഖണ്ഡികളിൽ ഈ മൃഗത്തെ പരാമർശിച്ച് ഈ വെളിപാട് 13 അധ്യായത്തിലേക്ക് സൂചന വെച്ചുകൊണ്ട് പ്രബോധനം നൽകുന്നത്. അപ്പോൾ ഈ ദേവീദേവന്മാരെന്ന് പറയുന്ന ആരാണ്, എന്താണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തത കിട്ടുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൊരിന്ത്യസിലെ സഭയ്ക്കുള്ള 1-ാമത്തെ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വിഗ്രഹങ്ങൾ അർപ്പിച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണസാധനങ്ങളെ പറ്റി പറയാം. അപ്പം കൊരിന്ത്യസിലെ സഭയിലെ ആളുകൾ ഈ വിഗ്രഹങ്ങൾ അർപ്പിച്ച ഭക്ഷണസാധനം കഴിക്കാമോ എന്നതിനെക്കുറിച്ച് എഴുതി ചോദിച്ചിരുന്നു. അവന് ഉത്തരം കൊടുക്കണം അപ്പോസ്തലൻ. ആ വിഷയം എടുത്തിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം പറയുകയാണ്, ഈ കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ ഉത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അതുകൊണ്ട് അറിവ് മാത്രം പോരാ, ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. വിഗ്രഹങ്ങൾ കൽപ്പിച്ച ഭക്ഷണസാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹം എന്നൊന്നില്ല, ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം. അപ്പോൾ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം കഴിക്കാമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം അവിടെ അപ്പോസ്തലൻ അത് തന്നെ പറയുകയാണ്, ലോകത്തിൽ വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഇല്ല. എങ്കിലും അദ്ദേഹം തുറന്ന് പറയുകയാണ്, ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ, എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണ് സർവ്വം സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണ് സർവ്വം ഉളവായത്, ആരിലൂടെയാണ് നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോസ്തലന്റെ വാക്കുകൾ വായിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യാത്മകത പെട്ടെന്ന് തോന്നിപ്പോകും. ഒന്ന്, വിഗ്രഹം എന്ന് പറയുന്നത്, ദേവൻ ദേവി എന്ന് പറയുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം അത് തുറന്നു പറയുകയാണ്, അങ്ങനെ പറയപ്പെടുന്നവരുണ്ടല്ലോ. എന്താണ് അതിൻ്റെ സൂചന? സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതായ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. 2112 ഖണ്ഡികയിൽ മനുഷ്യരുടെ കരവേലകളായ സൃഷ്ടികളായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ തള്ളിക്കളയുന്നതിനെ കുറിച്ച് വിശുദ്ധ ലിഖിതം സ്ഥിരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവയ്ക്ക് അധരങ്ങളുണ്ട് പക്ഷെ സംസാരിക്കുന്നില്ല, അവയ്ക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണുന്നില്ല. വ്യർത്ഥമായ വിഗ്രഹങ്ങൾ മനുഷ്യനെ വ്യർത്ഥമാക്കുന്നു. അവയെ നിർമ്മിക്കുന്നവരും അവയെ ആശ്രയിക്കുന്നവരെല്ലാം അവരെ പോലെ ആകും. മറിച്ച് ദൈവം ജീവിക്കുന്നവരും ചരിത്രത്തിൽ ഇടപെടുന്നവരുമായി ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് 115-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ്. 115 സങ്കീർത്തനത്തിൽ ഈ അക്രൈസ്തവമായ വിജാതീയമായ ആരാധനാ വിഷയങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം സങ്കീർത്തനത്തിന് ദൈവസ്ഥാനുഭവം നൽകുന്നതിനെയാണ് സഭ ഇവിടെ എടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്. 4 മുതലുള്ള വാക്യങ്ങൾ 115 സങ്കീർത്തനം. അവിടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ടെന്നാൽ മിണ്ടുന്നില്ല, കണ്ണുണ്ടെന്നാൽ കാണുന്നില്ല, അവയ്ക്ക് കാതുണ്ടെന്നാൽ കേൾക്കുന്നില്ല, മൂക്കുണ്ടെന്നാൽ മണത്തറിയുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെന്നാൽ സ്പർശിക്കുന്നില്ല, കാലുണ്ടെന്നാൽ നടക്കുന്നില്ല, അവിടെ കണ്ടത്തിൽ നിന്ന് സ്വരം ഉയരുന്നുമില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെ തന്നെയാണ്, അവർ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. 90 സങ്കീർത്തനത്തിൽ പറയുന്നത് കർത്താവാണ് എൻ്റെ ആശ്രയം, എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട എന്ന് പറയണം. അങ്ങനെ ദൈവത്തോട് പറയുന്നതിന് പകരം ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ പക്കലേക്ക് പോയി പറയാനായിട്ട് ഇടവരുന്നത് അത് വലിയ തിന്മയാണ്, 1-ാം പ്രമാണ ലംഘനമാണ്. ഇത് മനുഷ്യരുടെ കരവേലകൾ മാത്രമാണ്. നമ്മളിതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1-ാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്ന
പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ഒന്നിൻ്റെയും രൂപവും പ്രതിമയും സൃഷ്ടിക്കരുത്, നിർമ്മിക്കരുത് എന്നുള്ള നിബന്ധന നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നതാണല്ലോ. ദൈവം അരുളി ചെയ്തു, അവിടുത്തെ വചനങ്ങളാണിവ: അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെ പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദേവീദേവന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ല. കരവേലയാണ് ഈ വിഗ്രഹങ്ങൾ. സ്വർണ്ണമോ വെള്ളിയോ തടിയോ എന്തുകൊണ്ടുണ്ടാക്കിയാലും അത് കരവേലയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഇതേക്കുറിച്ചുള്ള ആഴപ്പെട്ട അല്ലെങ്കിൽ വിശദമായ പ്രബോധനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ വായിക്കുകയാണ്. ജ്ഞാനം 13 വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ്. 1 മുതലുള്ള വാക്യങ്ങളാണ്. ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ചവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, വായു, കാറ്റ്, നക്ഷത്ര വലയങ്ങൾ, ക്ഷോഭിച്ച സമുദ്രം, ആകാശ തേജസ്സുകൾ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി. അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവ് എന്ന് അവർ ഗ്രഹിക്കട്ടെ. സൗന്ദര്യത്തിൻ്റെ സൃഷ്ടാവാണ് അവയെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് വരാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ ഇവിടെ അടച്ചു കളഞ്ഞ് അപകടത്തിൽപ്പെടുന്നതിനെ കുറിച്ചുള്ള സൂചനയാണ്. 4-ാം വാക്യം: അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ. സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്നും അവർ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യത്തിലേക്ക് അവർക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ് പ്രപഞ്ചശക്തികൾ വ്യർത്ഥങ്ങളും അനർത്ഥങ്ങളുമായ പ്രപഞ്ചശക്തിയുടെ പക്കലേക്ക് അഭയം തേടി പോകുന്നതിൻ്റെ അപകടം നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. അതേക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും തുടർന്ന് വായിച്ചു വരുമ്പോൾ 10 മുതലുള്ള വാക്യങ്ങളിൽ സ്വർണം, വെള്ളി ഇവയെ നിർമ്മിച്ച രൂപങ്ങളുടെയോ മൃഗങ്ങളുടെ രൂപങ്ങളുടെയോ പണ്ടങ്ങൾ നിർമ്മിച്ച നിരുപയോഗകരമായ ശിലകളെയോ ദേവന്മാരാക്കി നിർജ്ജീവമായ അവയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ നില ശോചനീയമാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് വിഗ്രഹങ്ങൾ വരുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏതാനും കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വെറുതെ മരം. ഇവിടെ 11-ാം വാക്യം: മരത്തിൽ പണിയുന്ന വിദഗ്ധ ശില്പി എളുപ്പം മുറിക്കാവുന്ന മരം അറുത്ത് തൊലി നീക്കി ഉപയോഗപ്രദമായ പാത്രം ഉണ്ടാക്കുന്നു. തള്ളിക്കളഞ്ഞ കഷ്ണങ്ങൾ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് നിറയെ തിന്നുന്നു. നിരുപയോഗമായി ശേഷിക്കുന്ന വളഞ്ഞു പിരിഞ്ഞ മുട്ടുകൾ നിറഞ്ഞ കഷണമെടുത്ത് സൂക്ഷ്മതയോടെ കൊത്തുപണി ചെയ്ത് വിശ്രമ സമയം പോക്കുന്നു. അങ്ങനെ അതിന് മനുഷ്യരൂപം കൊടുക്കാൻ നോക്കുന്നു. അഥവാ ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപം കൊത്തി ചായം പൂശി ചമപ്പിച്ച് കുറവുകൾ ചായം കൊണ്ട് മറിച്ച് അത് ഉചിതമായ സ്ഥാനത്ത് ഭിത്തിയിൽ ആണികൊണ്ട് ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ച് വെച്ചതിനെ പിന്നെ നോക്കിയിട്ട് അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. 17-ാം വാക്യം: സമ്പത്തിനും വിവാഹത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായ ഇതിനെ വിളിച്ചപേക്ഷിക്കാൻ അവൻ ലജ്ജയില്ല. ഇതാണ് വിഗ്രഹങ്ങളുടെ ആരംഭത്തിൻ്റെ ഒരു രീതി ഇവിടെ ജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മ ഓർമ്മിച്ചു തരുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വായിക്കുകയാണ് 14-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ: വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം, അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചില 2 സാഹചര്യം പറഞ്ഞിരിക്കുക. 15-ാം വാക്യം: അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്നും അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി. മുതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദൈവമായി വണങ്ങുകയും തൻ്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഈ ദുരാചാരം നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങൾ ആരാധിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ വേണ്ടി സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ അവരുടെ രൂപമുണ്ടാക്കി കൊത്തി ഉണ്ടാക്കി വെക്കുന്നു. അതിനെ പോയി നോക്കുന്നു, കാണുന്നു. അങ്ങനെ വരുമ്പോൾ അത് പിന്നീട് ഒരാരാധനയുടെ വണക്കത്തിൻ്റെ വിഷയമായിട്ട് ഭവിക്കുന്നു. ഇത് വിഗ്രഹാരാധന ദേവീദേവന്മാരുടെ ആവിർഭാവത്തിൻ്റെ ഒരു കാരണമായിട്ടൊരു മാർഗമായിട്ട് ഇവിടെ വചനം പറയുകയാണ്. വീണ്ടും മറ്റൊരു ഉദാഹരണം പറയുകയാണ്. 17-ാമത്തെ വാക്യം മുതൽ: വിദൂരസ്ഥനായ രാജാക്കന്മാരെ നേരിട്ട് വണങ്ങി സ്തുതിക്കാൻ ഇച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി.
രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിൻ്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായി ബിംബമുണ്ടാക്കി. അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദൃശ്യനെങ്കിലും അടുത്തുള്ളവനെ പോലെ അവനെ സ്തുതിച്ചു. ക്രമേണ ഉത്കർഷേച്ഛുമായ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കാൻ ഉത്സാഹിച്ചു. കാരണം അവന് പണം കിട്ടും. അവരുടെ ശില്പി ഒത്തിരി രൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് പ്രചരിപ്പിക്കുകയാണ് രാജാവിനെ ആരാധിക്കാൻ വേണ്ടി. രാജാവിനെ പ്രസാദിപ്പിക്കാനാവാം അവ രാജാവിൻ്റെ രൂപം കൂടുതൽ സുന്ദരമാക്കി ഉണ്ടാക്കാൻ കൗശലം കാണിച്ചു. ശില്പത്തിൻ്റെ വശ്യതയിൽ ആകർഷകരായ ജനങ്ങൾ അല്പം മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമാക്കി കണക്കാക്കുന്നു. ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യവർഗത്തിന് എങ്ങനെയാണ് ഈ വിഗ്രഹാരാധന കെണി വരുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഈ ദേവീദേവന്മാർ വിഗ്രഹങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ ഒന്നുമില്ല. വെറും മുട്ടിയും തടിയും, അല്ലെ മരിച്ചു കടന്നു പോയി ചീഞ്ഞഴിഞ്ഞു പോയ ഒരു മകൻ, അല്ലെങ്കിൽ ഇതുവരെയുള്ള രാജാവ്. പക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ചില സാഹചര്യങ്ങളെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളും ചില പ്രതിമകളും ഉണ്ടായി വരികയാണ്. എന്നിട്ട് അതിനെ ആരാധന വിഷയമാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലൻ പറയുന്നത് ഈ ദേവീദേവന്മാരെന്ന് പറയുന്നത് ഒന്നുമല്ല, അതിൻ്റെ പുറകെ ഒരു കഥയുമില്ല. നമ്മൾ പൗലോസപ്പോസ്തലൻ തന്നെ ചില അനുഭവങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവർത്തനം കാണാനായിട്ട് സാധിക്കും. പൗലോസപ്പോസ്തലൻ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്ന സംഭവം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8 തിരുവചനങ്ങളിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരു ലിസ്ത്രയിലുണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കുന്നതൊക്കെ വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ഇതേ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർന്നബാസിനെ സേബൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗനായിരുന്നതിന് അവനെ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിന് മുൻപിലുള്ള സേബൂസിന്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പുമാരുകളുമായി കവാടത്തിങ്കിൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ് അപ്പസ്തലന്മാരായ ബർന്നബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് നിങ്ങളെ ഞാൻ നിർബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും അവരുടെ സമത്വം സൃഷ്ടിച്ചത്, സമുദ്രവും അവരുടെ സമസ്തവും സൃഷ്ടിച്ചത്. കഴിഞ്ഞ മാർഗങ്ങൾ തലമുറകളിൽ എല്ലാ ജനതയുടെ സ്വന്തം മാർഗങ്ങൾ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തലൻ വീണ്ടും ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ കാണുന്ന സംഭവം അസാധാരണമായൊരു പ്രവൃത്തിയാണ് അപ്പസ്തലൻ ചെയ്തത്. ദൈവത്തിൻ്റെ ശക്തിയാൽ മുടന്തനായ വ്യക്തിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആൾക്കാർ പറയുകയാണ്, ഇത് ദേവന്മാരാണ് ഈ വന്നിരിക്കുന്നത്, മനുഷ്യരൊന്നുമല്ല. ഉടനെ പുറത്തുള്ള ദേവന്മാരുടെ ക്ഷേത്രത്തിലെ ഹെർമസ് അതുപോലെ സേബൂസ് 2 ദേവന്മാർ അവിടെയുണ്ട്. അവിടുത്തെ പുരോഹിതൻ കാളകളും പൂമാലകളുമായിട്ട് വന്നിട്ട് ഇവിടെ ബലിയർപ്പിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ അപ്പസ്തലന്മാർ വസ്ത്രം വലിച്ചു കീറി അവിടെ ഇറങ്ങിയിട്ട് പറയുന്നത്, ഞങ്ങൾ വെറും പച്ച മനുഷ്യർ, നിങ്ങളെപ്പോലെ തന്നെ ഈ പരിപാടി നിർത്ത്, ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം ഇവിടെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ഈ ദേവീദേവന്മാരെല്ലാം ആവിർഭവിച്ച് വരുന്നത് എന്നതിൻ്റെ മറ്റൊരു സൂചന നമ്മൾ കാണുന്നുണ്ട്. അപ്പം 2-3 സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ സത്യദൈവമല്ലാത്ത ദൈവങ്ങൾ ദേവന്മാരെന്ന് പറയുന്ന വിഗ്രഹം എന്ന് പറയുന്ന നിര ഉണ്ടായി വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ ദേവന്മാർ പറയുന്നത് വെറും മുട്ടിയും തടിയും കല്ലും മാത്രം നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കണ്ടു. ചുമ്മാ ഒരു വ്യക്തി വളഞ്ഞു കിടക്കുന്ന തടിക്കഷ്ണം എടുത്ത് അത് ഒന്നിനും കൊള്ളത്തില്ല, പണിയാനും കൊള്ളത്തില്ല, കസേര ഉണ്ടാക്കാനും കൊള്ളത്തില്ല, കത്തിക്കാനും കൊള്ളത്തില്ല. അതിലിങ്ങനെ അതും ഇതും കുത്തി ഉണ്ടാക്കിയിട്ട് കണ്ണും മൂക്കൊക്കെ വെച്ചിട്ട് ചായ ഒടിച്ച് കേട്ട് ഭിത്തിയെ തൂക്കിയിട്ട് കഴിഞ്ഞപ്പോൾ അത് ആരാധന വിഷയമായിട്ട് മാറുന്നു. ഇങ്ങനെ കുറേ വിഗ്രഹങ്ങൾ ദേവീദേവന്മാർ അക്രൈസ്തവ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വചനം സാക്ഷിക്കുകയാണ്. രണ്ടാമത്തേത്, ചില മനുഷ്യ വ്യക്തികൾ ജീവിച്ചിരുന്നവർ അവർ മരിച്ചുപോയി, അല്ല രാജാക്കന്മാർ ദൂരെയുള്ളവർ, അല്ല ഇവിടെ നമ്മളിപ്പോൾ ഇസ്രായേൽ കണ്ടതുപോലെ അസാധാരണമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ. പൗലോസ് സീലാസ് അത്ഭുതം പ്രവർത്തിച്ചു. ഉടനെ അതിൻ്റെ മാനുഷിക വശം നോക്കിയിട്ട് ആരാധന അർപ്പിക്കാനായിട്ട് പുരോഹിതൻ വരികയാണ്. അങ്ങനെ ജീവിച്ചിരുന്ന് മരിച്ചു കടന്നുപോയ വ്യക്തികളെ ഇന്ന് ചില രൂപങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ദേവീദേവന്മാരായിട്ട് ആരാധിക്കുന്ന ഒരു പ്രവണത, ഇത് മനുഷ്യവംശത്തിന് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. ഇത് പിന്നെ കെണിയായിട്ട് വരികയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ പോലും ചില വ്യക്തികൾ ദേവന്മാരുടെ അവസ്ഥയിലേക്ക്
ഉയർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ തന്നെ നാട്ടുകാർ സാധാരണക്കാരുമായ വ്യക്തികളായിരിക്കും. പക്ഷെ ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ മുമ്പിൽ വന്ന് വണങ്ങുന്നു, ബഹുമാനിക്കുന്നു, അവരെ സ്തുതിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അവർ തന്നെ സ്വയം മറന്ന് ഒരു തിന്മയുടെ അവസ്ഥയിലേക്ക്, ദൈവസ്ഥാനത്തേക്ക് പോകാനുള്ള തിന്മയിലേക്ക് ചെന്ന് പെടാനായിട്ട് ഇടവരികയാണ്. നമ്മൾ അപ്പസ്തല പ്രവർത്തനങ്ങളിൽ 12-ാമത്തെ അധ്യായത്തിൽ 20 വരെ വാക്യങ്ങളുടെ ഹെറോദോസിന്റെ ദുരന്തം എന്ന് പറഞ്ഞൊരു വചന വിവരണം നമുക്ക് കാണാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്? ടയറിലും സീതോനിലുമുള്ള ആളുകളോട് ഹെറോദോസിന് വൈരമുണ്ടായിരുന്നു. അവർ ഒത്തുചേർന്ന് രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ പള്ളിയറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു. കാരണം അവരുടെ ദേശം ഭക്ഷ്യസാധനങ്ങൾക്ക് ആശ്രയിച്ചിരുന്ന അവൻ്റെ ദേശത്തെയാണ്. ഇത് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുകയാണ്. ഒരു നിശ്ചിത ദിവസം 21-ാം വാക്യം, ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറയുന്നത് ഇത് ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല. അപ്പോൾ പ്രത്യേക രാജകീയ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ആഘോഷമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അവർ വന്നിരിക്കുന്ന അവർക്ക് ചില കാര്യങ്ങൾ ഈ കരം ഇളച്ച് കിട്ടാനുണ്ട്, ഭക്ഷണസാധനം കിട്ടേണ്ട ആവശ്യമുണ്ട്. അവിടെ ഈ രാജാവിനെ എങ്ങനെ പ്രീതിപ്പെടുത്തിക്കുന്ന ഒരു കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ആൾക്കൂട്ടം എല്ലാം കൂടി രാജാവ് ഇങ്ങനെ നല്ല വസ്ത്രം ധരിച്ചിരുന്നപ്പോൾ ഈ രാജാവിന് സ്വരം കേട്ടപ്പോൾ അവർ കുറച്ച് പേർ ആരും വിളിച്ചു പറഞ്ഞു, ഇത് മനുഷ്യനല്ല, ദൈവമാണ്, ദൈവനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. മനുഷ്യൻ്റെ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്നാൽ ദൈവത്തിന് അവന് മഹത്വം നൽകുകയില്ല, പുഴുക്കൾക്കിരയായി അവൻ അന്ധശ്വാസം വലിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ ഈ ജൈവളികളും സ്തുതിപ്പുകളും കേട്ടപ്പോൾ ഈ ഹെറോദോസ് വിചാരിച്ചു, ഞാൻ കൊള്ളാം, രാജാവ്, ഞാൻ ദൈവനാണ്, ദൈവമാണ്. ഇത് പല രാജാക്കന്മാർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ എലിയാസറിന്റെ സംഭവം വായിച്ചപ്പോൾ അന്ത്യോക്കസ് രാജാവാണ് അവിടെ ഈ പീഡനം നടത്തുന്നത്. അപ്പോൾ രാജാവിൻ്റെ രൂപമുണ്ടാക്കി രാജാവിന് വണങ്ങാനായിട്ട് അവിടെ നിർബന്ധിച്ചു. അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. രാജാവിനെ വണങ്ങണം, അതാണ് അവിടുത്തെ തിന്മ. അപ്പോൾ ഇത് ആ തിന്മ വരുന്നതിൻ്റെ അടിയിലുള്ള സംഭവമാണ് ഇവിടെ ചെന്തയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനങ്ങളെന്ന് പറയുന്നത് അവർക്ക് കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. കച്ചവടക്കാരുണ്ടെങ്കിൽ ശില്പി രാജാവിന് രൂപം ഉണ്ടാക്കുന്ന കച്ചവടം നടന്നിട്ട് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് തിരിച്ചറിയാതെ ഈ വ്യക്തികൾ ഒരു കെണിയിലേക്ക് പെടുകയാണ്. ഈ രാജാവ് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ അവർക്ക് സ്തുതിപ്പ് കിട്ടുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ ഏതാണ്ട് ദേവനാണ്, ദേവിയാണ്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെന്ന് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവികരായ വ്യക്തികൾ അവർക്ക് ബഹുമാനവും പ്രശംസയെല്ലാം വരുമ്പോൾ അവർ തങ്ങളെ തന്നെ താഴ്മയിൽ സൂക്ഷിക്കും. പൗലോസും ബർണബാസ് നമ്മൾ കണ്ടു. ലിസ്ത്രായിൽ ജനങ്ങളെല്ലാം വന്ന് പുരോഹിതർ കാളെ പൂമാലമായിട്ട് വന്നിരിക്കുക, ഒന്ന് കയറി ഇരുന്നാൽ മതി, ഞങ്ങൾ ബലി അർപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങൾ ദേവന്മാരാണ്. അവിടെ കയറി ഇരിക്കാൻ പക്ഷേ സത്യദൈവത്തെ അറിയുന്ന പൗലോസിന് ബർണബാസ് സാധിക്കത്തില്ല. അവിടെ അവർ പരുഷമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് വസ്ത്രം വലിച്ചു കീറി തങ്ങളുടെ പച്ച ശരീരം കാണിച്ചുകൊണ്ട് ഞങ്ങൾ വെറും മനുഷ്യൻ പറയുകയാണ്. പിന്നെ സംഭവിക്കുന്നതിന് ബാക്കി വായിക്കുമ്പോൾ കാണാം, കുറച്ച് കഴിയുമ്പോഴേക്കും യഹൂദര് കുറച്ച് പേര് ഇവർക്കെതിരെ ഈ നാട്ടിലെത്തിയിട്ട് ഈ ആൾക്കാരെ പറഞ്ഞ് ഇളക്കി, എന്നിട്ട് ഇവരെ കല്ലെറിയിക്കുകയാണ്. പൗലോസ് കല്ലേറ് കൊണ്ട് ആൾ മരിച്ച പോലെയായി പുറത്തു കൊണ്ട് വലിച്ചുകൊണ്ട് ചപ്പിനകത്ത് കൊണ്ട് ഇട്ടു എന്ന് ഇവർ വായിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ ആൾക്കൂട്ടത്തിൻ്റെ കാര്യം. ഈ ആൾക്കൂട്ടത്തിൻ്റെ ആരംഭം സ്തുതിപ്പും കേട്ടുകൊണ്ട് ഞെളിഞ്ഞ് ദേവസ്ഥാനത്തേക്ക് ഒരു വ്യക്തി പോകാൻ ഇടവരുന്നു. ഇത് ദേവീദേവന്മാരുണ്ടാക്കുന്ന മറ്റൊരു സാഹചര്യമാണ്. നമുക്കറിയാം, വിശുദ്ധരായ വ്യക്തികൾ സ്നാപകന്റെ പക്കലേക്ക് ആൾക്കാർ ഓടിക്കൂടി വന്നു ശിഷ്യരായിട്ട്. പിന്നെ ഈശോ വന്നപ്പോൾ ശിഷ്യർ ഈശ്വര പിന്നാലെ പോയി. അത് കണ്ടിട്ട് കുറെ ശിഷ്യന്മാർ വന്ന് സ്നാപകനോട് അസ്വസ്ഥപ്പെട്ട് സംസാരിക്കുന്ന രംഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 22 തിരുവചനങ്ങളിൽ. അപ്പോൾ അവര് സ്നാപകന്റെ പല ശിഷ്യന്മാർ ഇപ്പൊ പുതിയ ഗുരുവായ റബ്ബിയായ ഈശ്വര പക്കലേക്ക് എല്ലാവരും പോകുന്നത് കണ്ടു. തങ്ങളുടെ ഗുരുവിന്റെ പക്കലേക്ക് ആരും വരുന്നിട്ട് അസൂയ ഉണ്ടായി. അതേപറ്റി പറയുമ്പോൾ സ്നാപകന്റെ മറുപടി നമുക്കറിയാം. 29-ാം വാക്യം, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ, അടുത്തു നിന്ന് മണവാളിനെ ശ്രമിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്ന അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. യഥാർത്ഥമായ ആത്മീയതയുള്ള ദൈവികതയുള്ള ഒരു വ്യക്തിയും തങ്ങൾക്ക് തന്നെ പ്രശംസ എടുക്കുകയില്ല. പശുത്തെ അമ്മ കാനാലും കല്യാണ വീട്ടിൽ പറഞ്ഞില്ലേ, യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യം, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുക. ഇതാണ് ദൈവികതയുള്ള എല്ലാ വ്യക്തികളും. അവരുടെ പടി എന്തുമാത്രം കാര്യം ചെയ്താലും അവർക്ക് തങ്ങളുടെ ഇല്ലായ്മ അറിയാം, ആരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അറിയാം. പത്രോസും യോഹന്നാനും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആദ്യ അധ്യായങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ 3 സൗഖ്യം കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും പത്രോസിൻ്റെ യോഹന്നാനും ചുറ്റും വന്ന് കൂടുമ്പോൾ അതേക്കുറിച്ച് അവർ പറയുകയാണ്, നിങ്ങൾ എന്താണ് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്? 12-ാം വാക്യം,
ഇത് കണ്ട് പത്രോസോട് പറഞ്ഞു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളിതിന് ഇതിൽ അത്ഭുതപ്പെടുന്നു. ഞങ്ങൾ സ്വന്തം ശക്തിയെ സുഹൃതമോ കൊണ്ട് ഇവർ നടക്കാൻ കഴിവ് കൊടുത്തു എന്നും പറ്റും. ഞങ്ങളെ സൂക്ഷിച്ച് നോക്കുന്നത് എന്തിനാ? ഞങ്ങളെ നോക്കേണ്ടവരെ നോക്കിക്കുകയും അത് ഈശോയാണ്. നിങ്ങൾ കുശിത്തറച്ച് കൊന്ന ആ ക്രിസ്തുവിനെ ദൈവം മഹത്വപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയിലേക്ക് ഇവിടെ ഉള്ളത് തിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥമായ ആത്മീയതയുടെ വഴി, ദൈവികതയുടെ വഴി. അതേസമയം ഈ ഒരു ജനത്തിൻ്റെ ഈ വീരാരാധന, താരാരാധന പ്രവണത അനേകർക്ക് അണിയായിട്ട് ഭവിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ നാട്ടിൽ നമുക്ക് ചില സഹോദരങ്ങളെ കാണാം. അങ്ങനെ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ രൂപം ഉണ്ടാക്കി വെച്ച് ആരാധന ആലയങ്ങൾ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന രൂപം അതൊരു വിഗ്രഹമായിട്ട് മാറുകയാണ്, അവിടെ ആരാധന നടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ഒരു ബലഹീനതയുടെ വശമാണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്. ഏതാനും നാൾ മുമ്പ് നമ്മുടെ വിശുദ്ധ മദർ തെരേസ മരിച്ചപ്പോൾ അത് കഴിഞ്ഞ് മദർ തെരേസയെ സ്നേഹിച്ചിരുന്ന കൽക്കട്ടയിലെ സാധാരണക്കാരായ കുറേ ആൾക്കാർ മദറിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ച് പണം എടുത്ത് വെച്ചിട്ട് മദറിനെ ഒരു ദേവിയായിട്ട് വെച്ച് പൂജിക്കാനും ബലിയർപ്പിക്കാനൊക്കെ തുടങ്ങിയ സംഭവം അന്ന് പത്രങ്ങളിൽ വാർത്തയായതാണ്. രണ്ടാം മദറിൻ്റെ പിൻഗാമിയായിട്ട് ചുമതലയേറ്റ നിർമ്മല സിസ്റ്റർ പോലീസ് അധികാരികളുടെ സഹായത്തോടു കൂടിയാണ് ജനങ്ങളത് പിന്തിരിപ്പിച്ചത്. കൽക്കട്ടയുടെ ദേവിയായിട്ട് അവർ വെച്ചിരിക്കുന്ന കാളിയാണ്, കാളിഘട്ടാണ് കൽക്കട്ട. അപ്പോൾ അവിടെ രണ്ടാമത്തെ ദേവിയായിട്ട് മദർ തെരേസയെ അവരെടുത്ത് വെച്ചു, പൂജ നടത്തി, അതിലേക്ക് വരികയാണ്. പക്ഷെ അത് ശക്തമായിട്ട് അത് ഇടപെട്ടത് അവസാനിപ്പിച്ച് കളഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം വലിയ വിജയം നേടി ചുമതലയേറ്റപ്പോൾ ഉത്തർപ്രദേശിലെ മറ്റോ ചില ആൾക്കാർ നരേന്ദ്രമോദിയുടെ രൂപം ഉണ്ടാക്കി വെച്ച്, വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ക്ഷേത്രം ആരംഭിച്ച് അവിടെ പൂജ ആരംഭിച്ചത് അന്ന് വലിയ വാർത്താ വിഷയമായതാണ്. പിന്നീട് അത് വലിയ പ്രശ്നമായി പാർലമെന്റിലൊക്കെ വന്നപ്പോഴേക്കും നരേന്ദ്രമോദി ഇടപെട്ടത് പറപ്പിച്ച് അത് അവസാനിപ്പിച്ച് കളഞ്ഞു. ഈ ഒരു പ്രവണത എല്ലാവരുടെയും മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്, വീരാരാധന, താരാരാധന. നമ്മൾ ചില സിനിമാ താരങ്ങളെയോ ചില സ്പോർട്സ് വ്യക്തികളെയോ ഒക്കെ ആരാധിച്ചുകൊണ്ട് എന്ന പോലെ നടക്കുന്ന അതിൻ്റെ അനുവാചകരും ഫാൻസ് അസോസിയേഷൻ പോലെ നടക്കുന്നതിനകത്തും ഈ ഒരു പ്രവണത കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചത് നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉള്ളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ അനുഭവങ്ങളിലും നമ്മൾ പറഞ്ഞല്ലോ, കൊരിന്ത്യർ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിന് 8-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുകയായിരുന്നു. അവിടെ പൗലോസഭ നടത്തുന്ന പ്രബോധനം നമ്മൾ ശ്രദ്ധിച്ചു. വിഗ്രഹങ്ങൾ കൽപ്പിച്ച പ്രസാദം കഴിക്കാമോ എന്നുള്ള ആ ചോദ്യം അതിന് മറുപടി പ്രസവം പറയുകയാണ്, വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഒന്നുമില്ല, ദേവൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, ദേവി എന്ന് പറയുന്നത് ഒന്നുമല്ല, ദൈവങ്ങളും നാഥന്മാരെന്ന് പറയുന്നത് ഒന്നുമല്ല. അതൊരു വശം. അതേസമയം അപ്പസ്തലൻ അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വിഗ്രഹത്തിന് അർപ്പിക്കുന്ന ഭക്ഷണമോ ദേവൻ അർപ്പിക്കുന്ന ഭക്ഷണമോ ആരാധനയോ അതൊരു വിഷയമല്ല. നിങ്ങളവിടെ പോയി കൂടുകയോ കഴിക്കുകയോ എന്നാ ചെയ്തു. കാരണം അത് വെറും തടികുട്ടിയാണ്, വെറും മണ്ണും കല്ലുമാണ്. അതിൻ്റെ പുറകെ കാണുന്ന രൂപം അതാ മനുഷ്യൻ മരിച്ചു തീർന്നു പോയി, അവിടെ ഒന്നുമില്ല. അവിടെ ഇതേപ്പറ്റി ചോദിക്കുകയേ വേണ്ട. അതുകൊണ്ട് ഇത് വിഗ്രഹമോ ഒന്നുമല്ല, വിഗ്രഹാർപ്പിത ഭക്ഷണമോ ഒന്നുമല്ല, നിങ്ങൾ ഇഷ്ടംപോലെ എണ്ണ ചെയ്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പക്ഷേ അപ്പസ്തലന് പറ്റുന്നില്ല. അപ്പസ്തലൻ തുറന്ന് പറയുകയാണ്, ഒറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇങ്ങനെ പറയുന്ന കുറേ പാർട്ടികൾ ദേവീദേവന്മാരുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വിഷയം? ഇന്നലെ അപ്പസ്തലൻ തുറന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുകയാണ്, ഈ ഒരു വ്യക്തത ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇത് വെച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ വചനം പങ്കുവെക്കുന്ന വ്യക്തികളും പ്രബോധനം നൽകുന്നവരും ഒക്കെ ഒരു പ്രബോധനം നൽകാനുള്ള ഒരു കെണി സംഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് അപ്പസ്തലൻ പറയുന്നത് കൊണ്ട് വിഗ്രഹം എന്ന് പറയുന്നത് ഒന്നുമല്ല, ദേവനും ദേവിയും ഒന്നുമല്ല. അവിടെ നിങ്ങൾ അതിനർപ്പിച്ച ഭക്ഷണമോ പ്രസാദമോ അവിടുത്തെ പായസമോ അങ്ങനെയുള്ള ആരാധന ആലയങ്ങളോ അവിടെ ചെന്ന് കയറുന്നതിനെക്കുറിച്ചോ അവിടെ പ്രവർത്തിക്കുറിച്ചോ ഒന്നും അസ്വസ്ഥപ്പെടാനേ പോകണ്ട, അതൊന്നും അല്ല എന്ന് പറഞ്ഞ് പ്രബോധനമായിട്ട് നീങ്ങുന്ന ഒരു അപകടം ചിലപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ പൗലോസപ്പോസ്തലൻ ഇവിടെ നിർത്തുന്നില്ല, നമ്മൾ കാണണം. ഇത്രയും പറഞ്ഞു വെച്ചിട്ട് അപ്പോസ്തലന് പിന്നീട് 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 10-ാം അധ്യായത്തിലെ 14-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, വിഗ്രഹ ആരാധന ഓടി അകരണം, തൊട്ടുപോകരുത് അവിടെ. അപ്പൊ അങ്ങനെ എന്തിനാ പറയുന്നത്? ഇതൊന്നുമല്ല എങ്കിൽ പിന്നെ എന്തിനാ ഓടിയാകരുന്നത്? ഇത് ചിന്ത നമുക്ക് വരാം. എന്തുകൊണ്ടാണ് അതിൻ്റെ ആഴം? അപ്പോസ്തലൻ പറയുക 18-19 വാക്യങ്ങൾ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം. വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിഗ്രഹവും ഒന്നുമല്ല, ദേവദേവന്മാരൊന്നുമല്ല, ദൈവങ്ങൾ എന്ന് പറയുന്ന ഒന്നുമല്ല. അപ്പുറത്ത് നമ്മൾ കണ്ട കാര്യത്തിൽ അപ്പസ്തലൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹത്തിന് അർപ്പിച്ച ആഹാര പദാർത്ഥവും ഒന്നുമല്ല. അപ്പൊ ഇത് വായിച്ചിട്ടും ഇത് വെച്ചുകൊണ്ട് ചിലപ്പോൾ ചില പ്രബോധനങ്ങൾ വരുന്നുണ്ട്. കണ്ടോ അപ്പസ്തലൻ പറയുന്നത് കണ്ടോ, വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണ പദാർത്ഥം ഒന്നുമല്ല, അതുകൊണ്ട് അത് കഴിക്കാമോ എന്ന് ചിന്ത പോലും വേണ്ട എന്നുള്ളൊരു വ്യാഖ്യാനം. പക്ഷെ അപ്പസ്തലന്റെ മനസ്സ് അവിടെ അല്ല, അവിടെ തീർന്നില്ല. ആരംഭത്തിൽ തന്നെ അപ്പസ്തലൻ പറഞ്ഞ 14-ാം വാക്യം, വിഗ്രഹത്തിന്റെ സന്നിധിയിൽ നിന്ന് ആരാധന ഓടി അകലുക, അടുത്ത് ചെല്ലുക പോലും അരുത്, ഓടി അകലേണ്ട വിഷയമാണ്.
ഇതൊന്നുമല്ല പിന്നെ ഇങ്ങനെ ഓടി അകലുന്നത്? അതിനുള്ള വിശദീകരണം അപ്പസ്തലൻ നൽകുന്നത് എങ്ങനെയാണ്? വിജാതിയർ ബലി അർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രസ്താവന അദ്ദേഹം പറയുകയാണ്. അവരുടെ ബലിയർപ്പണം ഈ ദേവന്റെ മുമ്പിൽ, ദേവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ മുമ്പിൽ അവർ ബലി അർപ്പിക്കുമ്പോൾ ആ ബലി സ്വീകരിക്കുന്നത് സത്യേക ദൈവമല്ല, മറിച്ച് എന്താണ്? പൈശാചിക അരൂപിയാണ്. ഇതൊരു ഭംഗിവാക്കായിട്ട് ആലങ്കാരിക ഭാഷയിൽ അപ്പസ്തലൻ പറഞ്ഞു പോകുന്നതാണോ എന്ന് ചിന്ത വരാൻ വേണമെങ്കിൽ. പക്ഷെ അപ്പസ്തലൻ ഇവിടെ ഈ ഒരു കാര്യം ആവർത്തിക്കുകയാണ്. 3-4 പ്രാവശ്യം ഈ പിശാചിനെ ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുകളുടെ മേശയിലും ഭാഗവാക്കാകാൻ സാധിക്കുകയില്ല. അപ്പോൾ 4 പ്രാവശ്യമാണ് ഇവിടെ പിശാച് എന്നുള്ള വാക്ക് അപ്പസ്തലൻ ഉപയോഗിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിൽ? വിഗ്രഹാരാധന പശ്ചാത്തലത്തിൽ, ദേവീദേവന്മാർക്ക് കൊടുക്കുന്ന ആരാധന അല്ലെങ്കിൽ അവയുടെ വണക്കം ഈ പശ്ചാത്തലത്തിൽ. അപ്പോൾ അപ്പസ്തലന് ഈ ദേവനും ദേവിയും വിഗ്രഹവും ദൈവങ്ങളും ഒന്നുമല്ല എന്ന് തർപ്പിച്ച് പറയുന്നു. അതേസമയം അവിടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് മാറിപ്പോകണം എന്ന് പറഞ്ഞ കാരണം എന്താണ്? ഈ പറയുന്ന രൂപങ്ങളും കാര്യങ്ങളും വിഗ്രഹങ്ങളും കുറ്റി മണ്ണും അതിൽ കല്ലും മണ്ണും ഒക്കെയാണ് മരിച്ചു തീർന്നു പോയ വ്യക്തികളാണ്. ഇനി അതുമല്ല ഒരുപക്ഷെ ഏതെങ്കിലും പഴയ പുരാണ കഥകളിലെ എല്ലാ വ്യക്തികളുടെ വെറും സാങ്കല്പിക കഥാപാത്രങ്ങൾ ഒരുപാടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് അവിടെ ഒരു കഥയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കഥയുണ്ട്. എന്താണ് ആ കഥ? അത് ഇവയെ മുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പൈശാചിക സാന്നിധ്യങ്ങളാണ്. അതാണ് നമ്മൾ വെളിപാട് 13 കണ്ടത്. മൃഗമാണ് കയറി വന്നിരിക്കുന്നത്. മൃഗം ഒരു വലിയ മൃഗം, ഒരു വലിയ അടയാളം. പക്ഷെ ആ മൃഗത്തിൻ്റെ ആകർഷണം എന്താണ്? ശക്തി എന്താണ്? സർപ്പമാണ് മൃഗത്തിന് അധികാരവും ശക്തിയും കൊടുത്തത്. സർപ്പം അവിടെ നമ്മൾ കാണുകയാണ്, കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സർപ്പത്തെ എന്നിട്ട് പിന്നെ മൃഗത്തെ ആരാധിക്കാൻ എല്ലാവരും പറയുന്നത്. സർപ്പത്തെ ആരാധിക്കണ്ട. ഇപ്പോൾ സർപ്പം പുറകിലാണ് നിൽക്കുന്നത്, കാട്ടിൻ്റെ പുറകിലാണ്. മൃഗമാണ് പിന്നെ നിൽക്കുന്നത്. എന്നിട്ട് മൃഗം വലിയ അടയാളങ്ങൾ കാണിക്കുകയാണ്, തീ ഇറക്കുക പോലെ ചെയ്തുകൊണ്ട് വലിയ അടയാളങ്ങൾ. കുഞ്ഞാടിൻ്റെതുപോലെയുള്ള സാധനത്തിൽ കയറി വരികയാണ്. ഈശോയ്ക്ക് ഒരു ബദലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അടയാളങ്ങൾ, പക്ഷെ സർപ്പത്തിൻ്റെ പോലെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അടയാളങ്ങൾ എല്ലാവരും വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വരികയാണ്, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന 666 നമ്പറിൽ അറിയപ്പെടുന്ന സാത്താൻ സർപ്പം തന്നെയാണ്. ആ ആശയം തന്നെയാണ് പൗലോസപ്പോസ്തലൻ ഇവിടെ മനോഹരമായിട്ട് ശക്തമായി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ വിഗ്രഹാരാധന ഓടി അകലണം. പക്ഷേ അതേപ്പറ്റി പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇവിടെ അപ്പസ്തലന്റെ വചന പരാമർശങ്ങളിൽ ചില പരാമർശങ്ങൾ വായിക്കുമ്പം നമുക്കൊരു സംശയം വരുന്ന പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ 8-ാം അധ്യായത്തിൽ വീണ്ടും തിരിച്ചു വരികയാണ്. 8-ാം അധ്യായത്തിൽ അപ്പോൾ അപ്പസ്തലന്റെ മനസ്സിതാണ് എന്ന് വചനം നമുക്ക് സാക്ഷിക്കുന്നു. നമ്മളത് വ്യക്തമായിട്ട് കാണുകയാണ്. അത് നമ്മുടെ മനസ്സ് സൂക്ഷിക്കുക. എന്നിട്ട് വീണ്ടും അപ്പസ്തലൻ പറഞ്ഞ ചില വിശദാംശങ്ങൾ, പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ അപ്പസ്തലൻ നൽകുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 7-ാം വാക്യം 8-ാമത്തെ അധ്യായത്തിൽ 1 കൊരിന്തോസ്. എങ്കിലും ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധന മനോഭാവത്തോടെയാണ്. അവരുടെ മനസ്സാക്ഷി ദുർബലമാകയാൽ അത് മലിനമായി തീരുന്നു. ഭക്ഷണം നമ്മെ ദൈവത്തിൽ അടുപ്പിക്കുകയില്ല. ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടെ അയോഗ്യരോ ഭക്ഷിക്കുന്നതിന് കൂടെ യോഗ്യരോ ആകുന്നില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു പൊതുവായ ജനറലായിട്ട് ചില സ്റ്റേറ്റ്മെന്റ് അപ്പസ്തലൻ നൽകുകയാണ്. അപ്പോൾ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ചില ഭക്ഷിക്കുന്ന വിഗ്രഹാരാധന മനോഭാവത്തോടെയാണ് എന്ന് പറയുമ്പോൾ എന്താ അപ്പസ്തലൻ ഉദ്ദേശിക്കുന്നൊരു വ്യക്തമാകുന്നില്ല, വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാമെന്നാണോ കഴിക്കണ്ടെന്നാണോ എന്താ സൂചിപ്പിക്കുന്നത്? യഥാർത്ഥ അറിവില്ലാത്തവനെന്ന് പറയുകയാണ്. അവിടെ മനസ്സാക്ഷി ദുർബലമായതുകൊണ്ട് ഈ ഭക്ഷണം മലിനമായി തീരുന്നു എന്ന് പറഞ്ഞ അപ്പസ്തലൻ പറയുമ്പോൾ നമുക്ക് വ്യക്തത കിട്ടുന്നില്ല. എങ്ങോട്ട് അപ്പസ്തലൻ പറയുന്നത്? ഭക്ഷണം കഴിക്കാമെന്നാണോ കഴിക്കാൻ മേലെന്നാണോ? വീണ്ടും എന്നോട് ഒരു 9-ാം വാക്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു, ഇടർച്ചയുടെ സാധ്യത പറയുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? പക്ഷെ വ്യക്തമായിട്ട് അപ്പസ്തലൻ പറയാം 10-ാം വാക്യത്തിൽ, എന്തെന്നാൽ അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾ കൽപ്പിച്ച ഭക്ഷണം കഴിക്കാൻ അത് അവന് പ്രോത്സാഹനമാവുകയില്ലേ? ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. അറിവുള്ളവനായി നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നതായി കണ്ടാൽ. അപ്പോൾ ഇവിടെ ഇത്രയും വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്നൊരു ചിന്ത, അറിവുള്ളവർക്ക് വിഗ്രഹാലയത്തിൽ പോയി ഭക്ഷണം കഴിക്കാം, ഒരു കുഴപ്പവും ഇല്ല, പ്രശ്നമില്ല. കണ്ടോ? അപ്പസ്തലൻ അപ്പോൾ അതിനെ അംഗീകരിക്കുകയാണ്. ഇപ്പം വിഗ്രഹാർപ്പിതം ഭക്ഷണം കഴിക്കാവോ ഇല്ലെന്നുള്ള ചോദ്യം. അപ്പം നിനക്ക് അറിവുണ്ടെങ്കിൽ നിനക്ക് പോയി ഭക്ഷണം കഴിക്കാം എവിടെയും.
അറിവില്ലെങ്കിലാണ് കുഴപ്പം. അപ്പോൾ ഇവിടെ 7-ാം വാക്യത്തിൽ പറഞ്ഞ അറിവില്ലാത്ത വ്യക്തികൾ ഞെരുങ്ങുന്നത് അത് കറക്റ്റായിട്ടല്ല എന്ന സൂചന വരുന്ന പോലെ നമുക്ക് തോന്നുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ അറിവുള്ളവനായി നീ എന്നുള്ള വാക്കിന് വിശുദ്ധത്തിൽ ആഴപ്പെട്ട അർത്ഥമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് നിത്യജീവൻ എന്നതിനെക്കുറിച്ച് ഈശോ തൻ്റെ അന്ത്യത്താഴത്തിലെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ വ്യക്തമാക്കുന്നുണ്ടല്ലോ. 3-ാം വാക്യം, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുക. ഈ അറിയുക എന്നുള്ള വാക്ക് ഒരു ഭൗതികമായ അറിവല്ല ബൈബിളിൽ, മറിച്ച് ജീവിതം മുഴുവനും കൊണ്ട് ഒന്നായി തീരുന്ന അറിവാണ്. യോസേപ്പ് മേരിയെ അറിഞ്ഞില്ല എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞ് ജനിക്കുന്നവരെ അവൻ അവളെ അറിഞ്ഞില്ല. ആ അറിവെന്നുള്ള വാക്ക് ദാമ്പത്യമത്തിൽ ഭാര്യയും ഭർത്താവ് ഒന്നാകുന്നൊരു അനുഭവമാണ്. ബൈബിളിൽ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള അറിവല്ല, അനുഭവത്തിൽ അറിയുക, ജീവിതം കൊണ്ട് ഒന്നാവുക, അവിടുന്ന് നമ്മിലും നമ്മൾ അവിടുന്നുമായിട്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരിക, ഒന്നായി തീരുന്ന അനുഭവമാണ്. അപ്പൊ അറിവുള്ളവനായ നീ എന്നിവിടെ അപ്പസ്തലൻ പറയുമ്പോൾ ദൈവവുമായിട്ട് ഒന്നായി തീർന്നിരിക്കുന്നവനായ നീ, ക്രൈസ്തവ സുവിശേഷത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ കരുത്ത് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു വസിക്കുന്ന വ്യക്തി, ദൈവം നിന്നിൽ വസിക്കുന്നു, ആ വ്യക്തി ദൈവത്തിൽ വസിക്കുന്നു. സത്യസ്വരൂപനിലും സത്യസ്വരൂപം നിന്നിലുമാണ്. അവിടെ ദുഷ്ടം നിങ്ങളെ തൊടുകയില്ല. നമ്മൾ 1 യോഹന്നാൻ 5:18 കണ്ടതാണ്. അങ്ങനെ ദൈവത്തിനും ദൈവം നമ്മിലും വസിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ഒരു വ്യക്തിക്കുള്ള വചനവാഗ്ദാനം എന്താണ്? നമ്മൾ ഈ വേദി ആവർത്തി കണ്ടതാണ്. ലൂക്ക 10:19, പാമ്പുകളുടെ തേളുകളുടെ ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഉപദ്രവിക്കുകയില്ല. ഈ ഒരു കരുത്തിലേക്ക് വന്ന വ്യക്തിയാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് അറിവുള്ളവനായ നീ. അങ്ങനെയുള്ള നീ നിനക്ക് എവിടെയും പോയി കയറാനും ആയിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഈശോ പറഞ്ഞില്ലേ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരവും കരുത്തുമുണ്ട്, ഒരു ഉപദ്രവം വരികയില്ല. ആ അവസ്ഥയിൽ നീ ഈ ദൈവാനുഭവത്തിലായിരിക്കുമ്പോൾ ഒരു വിഗ്രഹാലയത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകേണ്ടി വന്നാൽ അതെപ്പോഴാണെന്നുള്ളത് ഞാൻ തുറന്ന് ഉടനെ പറയാം. അപ്പുറത്ത് പറയുന്നുണ്ട്, എനിക്ക് ഉടനെ വരികയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അതേപറ്റി പറയാം. അപ്പം അങ്ങനെ നീ പോകേണ്ടി വന്ന് നിനക്ക് പോകണമെങ്കിൽ പോകാം. അവസരം പറയുക, നിനക്ക് കരുത്തുണ്ട്, നിനക്കൊരു ഉപദ്രവം വരികയാണ്. പക്ഷെ അങ്ങനെ നീ പോയാൽ നിന്റെ സ്വാതന്ത്ര്യമാണ്, ക്രൈസ്തവ സ്വാതന്ത്ര്യം. നമുക്ക് സകലത്തിൻ്റെയും ഒരു അധികാരം, ഈശോ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെയും ഒരു അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പോയി എല്ലാവരും സുവിശേഷം പ്രസംഗിച്ചോ, പിശാചുക്കളെ കീഴ്പ്പെടുത്തുക, പുറത്താക്കുക. ആ കരുത്തിലേക്ക് വരേണ്ട അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നീ ചെയ്യുമ്പോൾ നീ ഇങ്ങനെ വിഗ്രഹാലയത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി ചെന്ന് എടുത്ത് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോന്നു. അത് കണ്ടിട്ട് വേറൊരു വ്യക്തി, നിന്റെ അത്ര കരുത്തില്ല, വ്യക്തതയില്ല, ദുർബല മനസാക്ഷി, ഈ അറിവില്ല, ദൈവത്തോടുള്ള ഐക്യം അത്ര ആഴപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തി ഇത് കണ്ടിട്ട് ഒരുവൻ ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾ കറുപ്പിച്ച ഭക്ഷണസാധനം കഴിക്കാൻ അത് അവന് പ്രോത്സാഹനമാവുകയില്ലേ എന്ന് അപ്പസ്തലൻ ചോദിക്കുക. അപ്പൊ നീ കഴിക്കുന്ന പോലെ ഒരു കുഴപ്പമില്ല, ആര് കഴിച്ചാലും എന്നാണ് അപ്പസ്തലൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ മാത്രമല്ല നിന്റെ കൂടെ ആരെ കൂട്ടിക്കൊണ്ട് വെക്കും, അവരെല്ലാവരും കഴിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? പ്രോത്സാഹനം കൊടുത്തു, നല്ല ഭക്ഷണം കിട്ടുന്നതിനെ പോയി കഴിച്ചോ, വിഗ്രഹകാലത്തിലാണേ പോലും, എന്താ സംശയിക്കാതിരിക്കുന്നത് എന്നല്ലേ അപ്പസ്തലൻ പറയേണ്ടത്. പക്ഷെ അപ്പസ്തലൻ അതല്ല പറയുന്നത്. അതിന് മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞു, ആർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഇടർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിലേക്ക് പ്രേരിപ്പിക്കുക, വഴി തെറ്റിക്കുക, ദുഷ്പ്രേരണ കൊടുക്കുക. അപ്പോൾ നീ വിഗ്രഹത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വേറൊരു നിന്റെ അത്ര ആത്മീയ കരുത്തുള്ള ഇല്ലാത്ത വ്യക്തി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അതൊരു ദുഷ്പ്രേരണയാണ്, ഇടർച്ചയാണ് നീ കൊടുക്കുന്നത്, അവന് പ്രോത്സാഹനമാകുന്ന അപകടമാണ്. വീണ്ടും പറയുകയാണ് 11-ാം വാക്യം, അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്ക് വേണ്ടി മരിച്ച ബലഹീന സഹോദരന് നാശകാരണമായി തീരുന്നു. എന്നതാ നാശകാരണത്തിന്റെ വിഷയം ഇവിടെ? ഈ വിഗ്രഹാലയത്തിന്റെ ഭക്ഷണം തന്നെ. അപ്പൊ വിഗ്രഹത്തിന്റെ ഭക്ഷണം നാശകാരണം അല്ലെങ്കിൽ നീയും കഴിച്ചോ, എല്ലാവരും കൊണ്ട് കഴിപ്പിച്ചു, ഒരു കുഴപ്പമില്ല പറയുന്നത്. അങ്ങനെയല്ല, അവിടെ നാശത്തിനുള്ള വക അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ അപ്പസ്തലൻ പഠിപ്പിക്കുന്ന കണ്ടതുപോലെ പൈശാചികമായ സേവയുടെ സാന്നിധ്യത്തിന്റെ കെണി അവിടെയുണ്ട്, സാഹചര്യമുണ്ട് അവിടെ. അവിടേക്ക് നീ ആത്മീയ കരുത്തല്ലാതെ കയറിപ്പോയാൽ അതിന്റെ തട്ട് നിനക്ക് കിട്ടും, അതിന്റെ തകർച്ച നിനക്ക് ഉണ്ടാവും, നാശമുണ്ടാവും. വീണ്ടും പറയുകയാണ് 11-ാം വാക്യം, ഇപ്രകാരം സഹോദരക്കെതിരെ പാപം ചെയ്യുമ്പോഴും അവിടെ ദുർബല മനസ്സാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുന്നു. വീണ്ടും ഓർമ്മിച്ച് ഞാൻ എടുത്ത് പറയാൻ കാരണം, ചിലപ്പോഴൊക്കെ
സഭയിൽ ദൈവശാസ്ത്രം പഠിച്ച വ്യക്തികളും വചനം വ്യാഖ്യാനിക്കുന്ന വ്യക്തികളും ചിലപ്പോൾ സഭയുടെ വക്താക്കൾക്കിടയിൽ പോലും ഈ മേഖലയിൽ വല്ലാത്തൊരു കലക്കം അവിക്തം ഉള്ളതായിട്ട് കാണാറുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അകത്തോലിക്ക ക്രൈസ്തവ മേലധ്യക്ഷൻ, ഞാൻ പേരോട് സൂചിപ്പിക്കുന്നില്ല, പക്ഷെ പേര് പറഞ്ഞ് തന്നെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന കാര്യമാണിത്. അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള ഒരു വിഗ്രഹാലയത്തിൽ ക്ഷേത്രത്തിലെ സന്ദർശനെ കുറിച്ച് നമ്മുടെ തന്നെ കത്തോലിക്ക സഭയുടെ ഒരു മാസികയിൽ, ഒരു വാരികയിൽ ഒരു ലേഖനം എഴുതി ഞാൻ വായിച്ച് ഓർമ്മിക്കുകയാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രം അദ്ദേഹം സന്ദർശിച്ചു, അതെല്ലാം കയറി ഇറങ്ങി കണ്ടു. അങ്ങനെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് അവിടെ ഒരു പൂജാരി ഇങ്ങനെ പ്രസാദം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ചുകൊണ്ട് കഴിച്ചു പോകുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം കൈ നീട്ടി, ഇദ്ദേഹം ഒരു സഭാ മേലധ്യക്ഷനാണ്, കത്തോലിക്ക സഭയുടെ അല്ല. അദ്ദേഹം ഈ വസ്ത്രമായിരിക്കും അണിഞ്ഞിരിക്കുന്നത്. കൈ നീട്ടിയപ്പോൾ അത് കണ്ടിട്ട് പൂജാരി, ഈ ഭക്ഷണം പ്രസാദം വിതരണം ചെയ്യുന്നയാള് പ്രസാദം പിൻവലിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് വാങ്ങിക്കഴിക്കാൻ അനുവാദമില്ലെങ്കിൽ കഴിക്കണമെന്നില്ല, വാങ്ങിക്കണമെന്നില്ല, കുഴപ്പമില്ല, ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഈ സഭാധ്യക്ഷന് കൈ നീട്ടിയിട്ട് പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ഇത് എനിക്കിഷ്ടമാണ്, എല്ലാം ഒരു ദൈവം തന്നെയാണ് തന്നേരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈ നീട്ടി വാങ്ങിച്ചു, അത് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക വാരികയിൽ അദ്ദേഹം എഴുതിയ ലേഖനം ഞാൻ വായിച്ച് ഓർമ്മിക്കുകയാണ്. പിന്നീടും ആ ഒരു സഭാധ്യക്ഷന്റെ ഭാഗത്ത് ഇതുപോലെയുള്ള സമാനമായ പല പെരുമാറ്റങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. ഒരു കൃഷ്ണജയന്തി ദിവസത്തിന് കൃഷ്ണവിഗ്രഹത്തിന് മുമ്പിൽ പൂജ അർപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ വണങ്ങി നിൽക്കുന്ന പോലെ, ഹാരമണിയിക്കുന്ന പോലെയുള്ള ഒരു പടവും വാർത്തയും മലയാള മനോരമ പത്രത്തിൽ വന്നപ്പോൾ അത് കണ്ട ചില വിശ്വാസികൾ അതേക്കുറിച്ച് കത്തെഴുതി, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്ന, അങ്ങനെ ക്രൈസ്തവ സഭാധ്യക്ഷനാണല്ലോ, എന്നിട്ട് എന്താ ഇങ്ങനെ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നേ പോയി ഇങ്ങനെ മാലയിടുന്ന, ഹാരമണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു, കത്തെഴുതി. അപ്പോൾ അതിന് മറുപടി അദ്ദേഹം നൽകിയത് മനോരമയിൽ വാർത്തയായിട്ട് വന്നതിനെ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ ഇങ്ങനെ പറഞ്ഞു, ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമല്ലേ എന്നാണ് ആ വിശ്വാസം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഒന്നാം പ്രമാണം എന്ന് പറയുന്നത് വേറെ ദൈവങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നവർക്കുള്ളതാ, എനിക്കങ്ങനെ വിശ്വാസമില്ല, ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ കൊണ്ട് മാല മറിട്ടത്. അപ്പോൾ അത് വായിച്ച് പല ആൾക്കാർ കമന്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു പ്രത്യേക വൈദിക വസ്ത്രം ധരിച്ചുകൊണ്ട് കുരിശന്മാരായിട്ട് നടക്കുന്നത് എന്ന് ഉള്ളൊരു ചിന്ത വരികയുണ്ട്. മലയാള മനോരമയിൽ വാചകമേള എന്നുള്ള പങ്ക്തിക്കകത്ത് അവർ ആ ഒരു വാക്യം എടുത്തിടുകയും ചെയ്തു. ഞാൻ ആരുടെ പേര് സൂചിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കുറച്ചുകൂർക്ക് അറിയാമായിരിക്കാം. ഞാൻ ആരെയും വിധിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നുമില്ല. പക്ഷെ ഇത് വചനത്തിന് നിരക്കുന്നതല്ല. ഒരുപക്ഷെ ആ ഒരു സഭാധ്യക്ഷൻ നല്ല ആത്മീയ കരുത്തിലായിരിക്കാം, പശുധർമ്മ നിറവിലായിരിക്കാം. ആ വ്യക്തിക്ക് ഇവിടെ വചനം പറയുന്ന പോലെ ഏത് വിഗ്രഹാലയത്തിൽ ചെന്ന് കയറിയിട്ട് ഏത് പ്രസാദവും കാര്യങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള കരുത്തുണ്ടായിരിക്കും, ഒന്നും ഏശില്ല. പക്ഷെ അത് കണ്ടിട്ട് അദ്ദേഹം എടുത്ത ആ കുറിപ്പ് വായിച്ചിട്ട് വേറെ ആരെങ്കിലും അവിടെ ചെന്ന് കയറി, അതുപോലുള്ള ആലയങ്ങളിൽ ചെന്ന് കയറി ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിച്ചാൽ അത് നാശകാരണമായി തീരുമെന്ന് ഇവിടെ കൊരിന്ത് സഭയ്ക്ക് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഇടർച്ചയാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സഭാധ്യക്ഷനായിട്ട് ആരുമാകട്ടെ, എത്ര ആത്മീയ അറിവുള്ള വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി ക്രിസ്തുവിനെതിരെ പാപം ചെയ്യുകയാണ് എന്ന് ഇവിടെ 12-ാം വാക്യം 1 കൊരിന്ത്യർ 8 കൃത്യമായിട്ട് പറയുകയാണ്. അതിനാൽ ഭക്ഷണം നിന്റെ സഹോദരൻ ദുഷ്പരിണിക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വേഗത്തേക്ക് വരാം. അപ്പം ഭക്ഷണം, അപ്പം ഇവിടെ വിഗ്രഹകാലത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം പാമ്പുകളുടെ, തേളുകളുടെ, ശത്രുക്കളുടെ സകലശക്തിയുടെ മീതെ ചവിട്ട് നിനക്കാനുള്ള അധികാരം കരുത്തി നിനക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ അപ്പസ്തലൻ പറയുന്നത് നിനക്ക് എവിടെയും പോകാം. ഈശോ പറഞ്ഞില്ലേ, എല്ലാത്തിനും ചവിട്ടി നിനക്കാൻ അധികാരം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പൈശാചികമായ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് നീ ചെല്ലുന്നു, ചവിട്ടുന്നു എന്ന അർത്ഥമുണ്ടല്ലോ അവിടെ. അത് അങ്ങനെ സ്ഥലത്ത് ചെന്ന് കയറുന്നതാണോ, നിന്റെ വീട്ടിൻ്റെ തറയുടെ അടിയിൽ പൈശാചിക സാന്നിധ്യങ്ങൾ കെട്ടിക്കിടക്കുന്നതാണോ, നില കൊള്ളുന്നതിന് മുകളിലാണ് നടക്കുന്നത്, ഈശോ വ്യക്തമാക്കുന്നില്ല. ഏത് സാഹചര്യമാകട്ടെ, നീ കരുത്തിലാണെങ്കിൽ ഈശ്വര വചന വാഗ്ദാനമാണത് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ സംരക്ഷണം നിനക്കുണ്ട്. അപ്പം ആ സംരക്ഷണം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ കറണ്ടിൻ്റെ, വൈദ്യുതി കണക്ഷൻ്റെ മെയിൻ സ്വിച്ചും ഫ്യൂസും മീറ്ററും എല്ലാം ഇരിക്കുന്ന സ്ഥലമുണ്ട്. അത് നമ്മൾ പിള്ളേർക്ക് എത്താത്ത രീതി മാറ്റിവെക്കും. ചിലപ്പോൾ അവിടെ അടയാളം വെച്ചിരിക്കും, തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും. ട്രാൻസ്ഫോമർ അവിടെ ഇങ്ങനെ വേലി കെട്ടി അടച്ചിട്ട് അവിടെ അടയാളം വെച്ചിരിക്കും, അപകടം എന്നുള്ള അടയാളം വെച്ചിരിക്കും. അതിനകത്ത് ഇങ്ങനത്തെ അടയാളമൊന്നും വെക്കാതെ
ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ, ഈ ലൈൻമാനോ മറ്റതിൻ്റെ ഓവർസിയേഴ്സോ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോമറിൻ്റെ പக்கம் ചെന്നിട്ട് വേലിയൊന്നും വെക്കുന്നത് അഴിച്ചിട്ട് തുറന്നിട്ടിരിക്കുന്നു, അതിനെ ചുമ്മാ കയറുന്നു, അതേ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, പെരുമാറുന്നു. പക്ഷെ അങ്ങേർക്ക് നല്ല അറിവുണ്ട്, എവിടെ തൊടാൻ പാടില്ല, കൈ ഉറയിട്ടിട്ടുണ്ട്, കാലിന് ചെരുപ്പുണ്ട്, അങ്ങനെ സൂക്ഷിച്ച് ചിലപ്പോൾ അപ്പുറത്ത് ഈ വേസ്റ്റ് ഓഫാക്കിയിട്ടായിരിക്കും അത് കയറിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ കയറി കൂടടിക്കുന്നത് ചെയ്തിട്ട് അത് തുറന്നിട്ട് ഇറങ്ങിപ്പോയാൽ അത് കാണുന്ന പിള്ളേർ രസത്തിന് നോക്കി നിന്നിട്ട് അവരവിടെ കയറി പിടിക്കാനും തിരിക്കാനും പോയാൽ ഷോക്ക് അടിച്ച് ആ പടത്തിൽ കാണുന്നവർ തലയൊട്ടി എല്ലുമായിട്ടൊരു മാറും. അതുകൊണ്ട് നീ ഓവർസിയർ, ഈ ലൈൻമാൻ ആയിരിക്കുന്ന വ്യക്തികൾ അങ്ങനത്തെ ഒരു അവസരം കൊടുക്കാൻ പാടില്ല. പക്ഷെ അവർക്ക് ചെയ്യാൻ ഇവിടെ കയറാം, അവർക്ക് അതിൻ്റെ പാകതയുണ്ട്, പരിശീലനമുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ദുഷ്പ്രേരണ കൊടുക്കരുത്, ഇടർച്ച കൊടുക്കരുത്, സഹോദരൻ നാശകാരണമാകരുത്, കർത്താവിനെതിരെ പാപം ചെയ്യരുത് എന്ന് പൗലോസ് തെളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ് ഇവിടെ. ഇനി എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് പോകാൻ ഇട വരുന്നത്? അവിടെ പോയി മാംസം കഴിക്കുന്നു, മാംസം ഭക്ഷിക്കുകയില്ല, ഇടർച്ച കൊടുക്കുകയാണെങ്കിൽ, കൊടുക്കാൻ ഇടവരുന്നെങ്കിൽ മാംസം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു കുറച്ചുകൂടെ വിശദമായ കാരണം, സാഹചര്യം നമുക്ക് 10-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കാണാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 10 വീണ്ടും നമുക്ക് തിരിച്ചു വരാം. അവിടെ വരുമ്പോൾ നമ്മൾ കാണുകയാണ് 25 വാക്യം ശ്രദ്ധിച്ച്, ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ, കാരണം ഭൂമിയും അതിലെ സർവ്വ കർത്താവിൻ്റെതാണ്. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പന്നി മാംസം കഴിക്കാവുന്ന ചിന്ത. ഇവിടെ വചനം പറയുക ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക. പന്നി മാംസം ഓർഡർ ചെയ്യുന്ന വിഷയം എടുക്കാൻ പോകണ്ട, അങ്ങനത്തെ ഒരു കലക്കം നമുക്ക് വേണ്ട. വീണ്ടും മറ്റൊരു കലക്കത്തിൻ്റെ മേഖലയാണ് ഇവിടെ. ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വിജാതി ആരാധനാലയങ്ങളാണ് നാട് മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി ബലിയർപ്പണങ്ങൾ നടന്നിരുന്നു. അങ്ങനെ ബലിയർപ്പണം നടക്കുന്ന മൃഗങ്ങളുടെ മാംസം അവിടെ ലേലം വിളിച്ച് വിൽക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചന്തയിൽ വരുന്ന ഭക്ഷ്യസാധനങ്ങൾ, മാംസഭക്ഷ്യം മിക്കവാറും മുഴുവനും തന്നെ ഇങ്ങനെയുള്ള വിഗ്രഹാലയങ്ങളിൽ ബലിയർപ്പിച്ചതിൻ്റെ ആ മാംസം, മൃഗങ്ങളുടെ മാംസം അത് ലേലത്തിൽ വിളിച്ച് കച്ചവടക്കാരത് പിടിച്ചിട്ട് അത് കൊണ്ടുവന്ന് അവർ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതാണ് ലേലം. നമ്മൾ പള്ളികളിലൊക്കെ പുത്തിരി പെരുന്നാളും മിഷൻ ഞായറൊക്കെ ആചരിക്കുമ്പോൾ കാർഷിക വിഭവങ്ങളും മറ്റു വിഭവങ്ങളും ഒക്കെ പള്ളിയിൽ നേർച്ചയായിട്ട് കാഴ്ചയായിട്ട് കൊടുക്കാറുണ്ട്. അല്ലാത്തപ്പോൾ തന്നെ ചിലപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ കുർബാന കഴിയുമ്പോൾ നാട്ടുപുറത്തൊക്കെ പ്രത്യേകിച്ചും പള്ളിയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതായ ഇങ്ങനെ കോഴിയോ ചിലപ്പോൾ ഒരാടോ അല്ലെങ്കിൽ ചിലപ്പോൾ പാലോ തൈരോ ഒക്കെ തേങ്ങയൊക്കെ അത് കൈക്കാരൻ പണ്ട് വാതക്കൊണ്ട് വെച്ചിരിക്കും. അത് കൈക്കാരനെടുത്ത് ലേലം വിളിച്ച് കൊടുക്കും. അങ്ങനെ പള്ളിയിൽ അർപ്പിച്ച വസ്തുവാണത്. അത് കൈക്കാരനെടുത്ത് ലേലം വിളിക്കുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതിനപ്പുറത്ത് പള്ളിക്ക് നിന്നും പുത്തിരി പെരുന്നാളിലേക്ക് ഒരുപാട് സാധനങ്ങൾ കാണുന്നു, കപ്പയും അങ്ങനെ കാര്യങ്ങളൊക്കെ. അത് മൊത്തമായിട്ട് വാങ്ങിച്ച് വണ്ടിയിൽ കയറ്റി ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാർ ഈ ലേലം വിളിക്കാനായിട്ട് വരും, വിഷു ഞായറാഴ്ച വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ വിഗ്രഹാലയങ്ങളിൽ ഈ അർപ്പിക്കപ്പെട്ട മൃഗങ്ങളുടെ മാംസം ഇങ്ങനെ മൊത്തത്തിൽ ലേലം പിടിച്ചെടുത്തിട്ട് കച്ചവടക്കാർ ചന്തയിൽ കൊണ്ട് വിറ്റിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൾക്കാർക്ക് അറിയാം ഇത് വിഗ്രഹാലയത്തിൽ വന്നതാണ്. പക്ഷെ അവിടെ സംശയം വരികയാണ്, അത് വിഗ്രഹാലയത്തിൽ വന്നതല്ലേ എന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് ഇവിടെ ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതൊരു മാംസം വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക. കാരണം പറയുകയാണ്, കാരണം 26-ാം വാക്യം, ഭൂമിയും അതിനുള്ള സർവ്വവും കർത്താവിൻ്റെതാണ്. ഭൂമിയും സകലം കർത്താവിൻ്റെതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നും വ്യക്തമായിട്ട്, നമ്മൾ ഈ വിഗ്രഹ ആരാധന, വിഗ്രഹാർപ്പിത ഭക്ഷണം, വിഗ്രഹാലയങ്ങൾ, ദേവീദേവന്മാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറുമ്പോൾ ഭക്ഷണത്തിൻ്റെ മേഖല പെരുമാറുമ്പോൾ നമ്മൾ എവിടെയാണ് അതിൻ്റെ ഒരു അതിര് കിടക്കുന്നത്? അപ്പോസ്തലന്റെ മനസ്സിലുള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒന്ന്, നമ്മൾ അവിടെ ഒരു ഭാഗവാക്ക് എടുക്കാൻ പോകുന്നതാണ് പൈശാചികമായ സാന്നിധ്യം കണികളുണ്ട്, നമ്മുടെ ലംഘനമാണ്. അതേസമയം അപ്പോസ്തലന് ചില ഭാഗഭാഗത്തോട് അനുവദിക്കുന്നുമുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് 3 സാഹചര്യങ്ങൾ അപ്പോസ്തലൻ ഈ പറഞ്ഞ 1 കൊരിന്ത്യർ 8-10 അധ്യായങ്ങളിലായിട്ട് നൽകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ സാഹചര്യം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. 18, 19, 20, 21 വാക്യങ്ങളിൽ അത് ബലിപീഠത്തിന് ഭാഗഭാഗിത്വമാണ്. ബലിപീഠത്തിന് ഭാഗഭാഗിത്വം എടുത്താൽ ആ ബലിപീഠം ആരുടെ ബഹുമാനത്തിനായിട്ട് വെച്ചിരിക്കുന്നോ ആ ദേവൻ്റെയോ ദേവിയുടെയോ പ്രീതിയാണ് അവിടെ കിട്ടുക, സേവയാണ് അവിടെ നടക്കുക. അവിടുന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണം, ബലിപീഠത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണം പ്രസാദം എന്ന് പറയുന്നു. അത് ആരുടെ പ്രസാദമാണ്? ആര് പ്രസാദിച്ചിരിക്കുന്നതാണ്? ആ ബലിപീഠം ആർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നുവോ അതിൻ്റെ പുറകിലുള്ള ദേവന്റെ ദേവിയുടെയാണ്. അപ്പോൾ ആ ദേവന് ദേവി ഒന്ന് വരുന്ന വിഗ്രഹം ഒന്ന് വരുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊരു മൃഗത്തിൻ്റെ രൂപം മാത്രമാണ്. ഒരു മൃഗം, നമ്മുടെ വെളിപാട് 13 പറയുന്ന
അതിൻ്റെ പുറകിലുള്ള സർപ്പമാണെന്ന് കണ്ടു കഴിഞ്ഞു. അതാ പൗലോസ് പറയുന്നത്, ആ ബലിപീഠത്തിന് ഭാഗഭാഗിത്വം എടുത്തു കഴിഞ്ഞാൽ പിശാചിന്റെ മേശയിലാണ് ഭാഗഭാഗിത്വം. ഇവിടെ ബലിപീഠത്തിന് ഒരു കാരണവശാലും ഭാഗഭാഗിത്വം എടുക്കാനായിട്ട് പാടില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അവസരം ചന്തയിൽ വിൽക്കപ്പെടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ, അത് വിഗ്രഹാലയത്തിൽ നിന്ന് വന്നതോ വേറെ വീട്ടിൽ നിന്ന് കൊണ്ട് വെച്ച് അറുത്ത് വിൽക്കുന്നതോ എന്തുമായിക്കോട്ടെ, നീ ചന്തയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ആരാധനാലയത്തിൽ പോയിട്ടല്ല വാങ്ങിക്കുന്നത്. നീ ചന്തയിൽ പോയി പണം കൊടുത്ത് മാംസം വാങ്ങിക്കുന്നു. അതെന്താണെന്ന്, എൻ്റെ സ്വർഗീയ അപ്പ സൃഷ്ടിച്ച ജീവജാലങ്ങൾ, അവയുടെ മാംസമാണത്. ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി നെറ്റിൽ വേർപോട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് ഞാനത് വാങ്ങിച്ചു കൊണ്ട് ഭക്ഷണമായിട്ട് കഴിക്കുന്നു. അത് 26-ാം വാക്യം. കാരണം ഭൂമിയും അതിലുള്ള സ്ഥലവും കർത്താവിൻ്റെതാണ്, എൻ്റെ സ്വർഗീയ അപ്പായുടേതാണ്, അവിടെ സൃഷ്ടിച്ചതാണ്, എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉള്ളതാണ്. ഞാൻ പണം കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് വിഗ്രഹാലയത്തിൽ നിന്ന് വന്നതാണെന്നുള്ള എൻ്റെ വിഷയമല്ല. ഞാൻ അവിടെ പോയി നേർച്ചയിടുന്നതല്ല, വിഗ്രഹാലയത്തിലേക്ക് ഞാൻ പോകുന്നേ ഇല്ല. ബലിപീഠത്തിന്റെ ഭാഗമായിട്ടല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ ചന്തയിൽ പോയി എനിക്ക് ആവശ്യമുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞ പൊതുവേദിയാണ്, ഓപ്പൺ സ്പേസ് ആണ്. അത് ഒരു ദേവിയുടെ വിഗ്രഹത്തിൻ്റെയോ ഒരു കളറല്ല, ബാക്കിയല്ല, അനുബന്ധമല്ല. ഇതാണ് അപ്പസ്തലൻ അതിൻ്റെ വ്യക്തത. ഇനി മൂന്നാം സാഹചര്യം പറയുകയാണ്, 27-ാം വാക്യം. അവിശ്വാസിയായ ഒരുവൻ തന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പി തരുന്ന എന്തും മനഃശാചര്യം അപേക്ഷിച്ചു കൊള്ളുക. ഇത് മൂന്നാമത്തെ സാഹചര്യമാണ്. അവിശ്വാസിയായ ഒരുവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. അവൻ്റെ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ അവൻ്റെ മകളുടെ കല്യാണമായിരിക്കാം, അവൻ്റെ കല്യാണമായിരിക്കാം. അത് ചിലപ്പോൾ നടക്കുന്നത് വിഗ്രഹാലയത്തിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ വിഗ്രഹാലയത്തിൽ അവിടെ നമ്മൾ പള്ളിയിൽ പാരീഷുകളൊക്കെ ഉള്ളതുപോലെ വിരുന്നുശാല അവിടെയുണ്ട്. ആ വിരുന്നുശാലയിൽ വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഇവർ നമ്മളെ വന്ന് വിളിച്ചു. ആ വിരുന്നുശാലയിലെ ഭക്ഷണത്തിന് പോകാൻ നിനക്ക് വളരെ അടുപ്പമുള്ള സുഹൃത്താണ്, സഹപ്രവർത്തകൻ, നല്ല അയൽക്കാരനാണ് ഈ വ്യക്തി, പക്ഷെ അവിശ്വാസിയാണ്. അവിടെ ഒരു ആഘോഷമാണ്. അപ്പോൾ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു, വിരുന്നിന് ക്ഷണിക്കുകയാണ്. അവൻ്റെ വീട്ടിലായിരിക്കാം, വേറെ എവിടെയെങ്കിലും ആയിരിക്കാം, ഒരു വിഗ്രഹാലയത്തിൽ അനുബന്ധിച്ച ശാലയിൽ പോലും ആയിരിക്കാം. നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ, പോണതൊരു നിർബന്ധമില്ല, അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്, പ്രത്യേകിച്ച് വിഗ്രഹകാലത്തിലാണെങ്കിലും. കാരണം ഓടി അകലാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതൊരു ഭക്ഷണത്തിനാണ് വിളിക്കുന്നത്, ആരാധനയ്ക്കല്ല, പ്രാർത്ഥനയ്ക്കല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബലിപീഠത്തിലേക്കല്ല, പൂജാമുറിയിലേക്കല്ല, ആരാധനാ വേദിയിലേക്കല്ല നിന്നെ വിളിക്കുന്നത്, പ്രാർത്ഥന സംബന്ധിക്കാനല്ല വിളിക്കുന്നത്. മറിച്ച് എന്താണ്? ഈ വിരുന്നിനാണ്, ഭക്ഷണത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിന് വിളിച്ചാൽ നിനക്ക് പോകണമെന്നില്ല, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ ധൈര്യമായിട്ട് പൊക്കൂ. അവിടെ ചെന്ന് ആ വിളമ്പ് തരുന്നത് എന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ ഒരു കാര്യം പറയുന്നത്, എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറയുന്നെങ്കിൽ, ബലിയർപ്പിച്ച വസ്തുവാണ്, അവിടെ ബലിയർപ്പിച്ച വസ്തുവിൻ്റെ ഭാഗമാണ് വിരുന്നായിട്ടുണ്ട് വിളമ്പുന്നത് എന്ന് പറയുന്നെങ്കിൽ, അപ്പസ്തലന്റെ ആ സൂക്ഷ്മമായ പ്രബോധനം നമ്മൾ ശ്രദ്ധിക്കണം. പറയുന്നെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും ആ വ്യക്തിയുടെ മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കണ്ട. നിന്റെ മനസാക്ഷിയല്ല, ആ വ്യക്തിയുടെ മനസ്സ് എന്താണ്, ആ വ്യക്തിക്ക് ഒരു ഇടർച്ച കൊടുക്കരുത്. കാരണം ബലിയർപ്പിച്ച മൃഗത്തിൻ്റെ മാംസങ്ങൾ ഉണ്ടാക്കി വിരുന്ന ഭക്ഷണമാണിത്, അതുകൊണ്ട് കഴിക്കാൻ കൊള്ളില്ല, ശരിയാവുകയല്ല എന്നുള്ള ബോധ്യത്തോടെ ഒരു വ്യക്തി മാറി നിൽക്കുന്ന, ഒരു വിശ്വാസ വ്യക്തി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ പോയി നീ ഇതെടുത്ത് കഴിക്കാൻ പോയാൽ ആ വ്യക്തിക്കത് ഇടർച്ച കൊടുക്കും, മനസ്സിന് കറക്കം കൊടുക്കും. ഇനി അത് നീ കണ്ടിട്ട് ആ വ്യക്തി ഇത് കഴിക്കാൻ പോയാൽ ചിലപ്പോൾ അത് ഈ വിഗ്രഹാലയത്തിൻ്റെ അന്തരീക്ഷം വഴിയുള്ള എന്തെങ്കിലും തിന്മയുടെ സ്വാധീനം അവിടെ ഉണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിക്ക് ബലഹീന സഹോദരന് ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതാ അപ്പസ്തലൻ പറയുന്നത്, അങ്ങനത്തെ വിഗ്രഹാലയത്തിൻ്റെ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ പോകാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നീ അറിവുള്ളവനാണ്, ആത്മീയ കാര്യത്തിൽ അപേക്ഷകത്തിലാണെങ്കിലും നിനക്ക് പോകാം. അവിടെയുള്ള എല്ലാ തിന്മയുടെ സാന്നിധ്യമാണേലും സർപ്പത്തിന്, പാമ്പിൻ്റെ, തേളിൻ്റെ ശക്തിയുടെ മുമ്പേ മീതെ ചവിട്ടി നടക്കാൻ അധികാരം ഒന്നും ഉപദ്രവിക്കുകയില്ല. നീ ചെന്ന് കയറി കഴിയുമ്പോൾ ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിന്മയുടെ സ്വാധീനം കിടപ്പുണ്ടായി അതുപോലെ അവിടെ തീർന്നു. കഴിച്ച് നമ്മൾ കണ്ടതാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ കൈവശത്തെ പറ്റി കണ്ടപ്പോൾ ഒരു പ്രാർത്ഥന കുരിശൻ്റെ മുദ്ര അവിടെ പതിച്ചിരിക്കണം. അങ്ങനെ നീ ചെന്ന് കയറി അഭിഷേകമായിട്ട് ചെന്ന് ഒരു കുരിശൻ്റെ മുദ്ര കഴിച്ച് നീ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നിനക്ക് ഒരു ഉപദ്രവം വരില്ല. പക്ഷേ നിന്റെ അത്രയും കരുത്തരത്തെ ആൾക്കാരെ കരുതൽ വേണം. അതാണ് അപ്പുറത്ത് പറഞ്ഞത് 8-ാം അധ്യായത്തിൽ, അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിലിരിക്കുന്നതായിട്ട് മറ്റു വ്യക്തി കണ്ടാൽ അത് അവന് ദുഷ്പരിണി കാരണമാകരുത്, അവിടെ നീ സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ 3 സാഹചര്യം പറഞ്ഞിരിക്കുകയാണ്. 1, ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം, 2, ചന്തയിലെ ഭാഗഭാഗിത്വം,
3 ഭക്ഷണമേശയിലെ ഭാഗഭാഗിത്വം. ഈ 3 സാഹചര്യം അവസരം പറയുകയാണ്. ഇതിൽ ഒന്നാമത്തെ ബലിപീഠത്തിൻ്റെ ഭാഗഭാഗിത്വം കടുകട്ടായം ഒഴിവാക്കണം. അവിടെ നമ്മൾ ചെന്ന് കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബലിപീഠം ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവിടെയുള്ള സാന്നിധ്യം എന്താണോ അതിൻ്റെ മുമ്പിലേക്കാണ് ഇന്ന് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരാധന ആലയങ്ങളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് വർജ്യമാണ്, എടുക്കാനായിട്ട് പാടില്ല. പ്രസാദമോ മറ്റു പായസങ്ങളോ പലഹാരങ്ങളോ അത് അവിടെയുള്ള ദേവിയുടെ ബഹുമാനാർത്ഥം അവരുടെ പ്രസാദമായിട്ട് തരുന്നതാണ്. ആ പ്രസാദം ആ വിഗ്രഹത്തിൻ്റെ ദേവൻ്റെ അല്ല, കാരണം ദേവൻ്റെ ദേവി ഒന്നും അല്ല, മറിച്ച് അതിൻ്റെ പുറകെ സർപ്പത്തിൻ്റെതാണ്. നമ്മൾ കണ്ടു ഒരുപാട് 3. അതുകൊണ്ട് ഓടി അകരണം. അപ്പോൾ 4 പ്രാവശ്യം പിശാച് നമുക്കോട് ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ബലിപീഠത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. ആരാധന, പ്രാർത്ഥന, ബലിയർപ്പണ മേഖലയിൽ വിജാതീയ സ്ഥാപനങ്ങൾ നമ്മൾ കയറാൻ അല്ലെങ്കിൽ പങ്കെടുക്കാനേ പാടില്ല, അത് വർജ്യമാണ്. 2, 3 ചന്ത ഓപ്പൺ സ്പേസാണ്. അല്ലെങ്കിൽ ഒരു ഭക്ഷണമേശ, അവിശ്വാസിയ വ്യക്തി അവരുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷം, കയറി താമസം അല്ലെങ്കിൽ കല്യാണം വിളിക്കുന്നു, ഭക്ഷണത്തിന് പോയി കൂടാം, സന്തോഷം ആശംസ കൊടുത്ത് സൗഹൃദം പുതുക്കി നിനക്ക് പോരാം, പേടിക്കണ്ട, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടായെങ്കിലും. ഇതാണ് അടിസ്ഥാനപരമായ ഒരു വചന വ്യക്തത നമ്മളിവിടെ കാണുന്നത്. നമുക്കിതേക്കുറിച്ച് കുറച്ചുകൂടി ആഴപ്പെട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് അടുത്ത സെഷനിലേക്ക് നമുക്ക് വെക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ വിശുദ്ധ തിരുസന്നിധിയിൽ നമുക്ക് ഉപസംഹരിക്കാം. നമ്മൾ കണ്ടുവന്നത് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിഗ്രഹാരാധനയെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് 1-ാം പ്രമാണത്തിൽ വ്യാഖ്യാനിക്കുന്ന ഭാഗമാണല്ലോ. അവിടെ ദേവീദേവന്മാരുടെ വിഗ്രഹം കൊണ്ടൊരു ലോകം, അവിടെയുള്ള ആ മേഖലയിൽ നമ്മൾ പങ്കുചേരാനായിട്ട് നമുക്ക് അനുവാദമില്ല. അതേക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നു. അവിടെ ഒരു അഭിനയിച്ചുകൊണ്ടുള്ള സാന്നിധ്യം പോലും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. 1-ാം പ്രമാണം ലംഘനമാണ്. ഈ മേഖലയെക്കുറിച്ച് കുറേ കലക്കങ്ങളും അവ്യക്തതകളും ഒക്കെ ഇന്ന് ആൾക്കാർക്കിടയിൽ ഉണ്ടായി എന്ന് നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ചും വചനം വ്യാഖ്യാനിക്കുന്നവരിലും ചിലപ്പോഴൊക്കെ പ്രബോധനം നൽകുന്നവരിലും ചിലപ്പോൾ സഭയിൽ അധ്യക്ഷന്മാരായിട്ട് ആയിരിക്കുന്ന ആൾക്കാർക്കിടയിൽ പോലും ഇതിനേക്കാലത്ത് കലക്കത്തിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ സൂചിപ്പിച്ചു, ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മുടെ മനസ്സിൽ പല രംഗങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ടാവാം. ഇത് നമ്മൾ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിപ്പോൾ നമ്മൾ കണ്ടു. നമുക്കിതിൻ്റെ കുറച്ചൊരു പ്രായോഗികമായ തലങ്ങൾ സഭയുടെ മറ്റ് പ്രബോധനങ്ങൾ വെച്ചുകൊണ്ടുള്ളൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ കാണാനായിട്ട് നമുക്ക് അവസരം വിശദമാവും നൽകും. ഇപ്പം നമുക്ക് ഈശോയുടെ ദിവ്യകാര്യ സന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ചേർക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തരൂപനായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ സജീവമായ സാന്നിധ്യം ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഈ ഭവനത്തിൽ, ഈ മുറിയിൽ എൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വിശ്വസിച്ചേറ്റ് പറയുന്നു. അങ്ങ് ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോ, ഞങ്ങളുടെ പാദങ്ങളിരുന്ന് അങ്ങയുടെ വചനത്തിന് കാതോർക്കുവാനും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും, പ്രത്യേകിച്ച് 1-ാം പ്രമാണത്തിൻ്റെ പശ്ചാത്തല സഭയുടെ പ്രബോധനത്തിൻ്റെയും വചന വെളിപ്പെടുത്തലുകളുടെയും വെളിച്ചത്തിൽ അത് ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് അങ്ങ് അവസരം തന്നല്ലോ. കർത്താവ്, ഞങ്ങൾ തുറവയോടെ ഇടമയോടെ അവ സ്വീകരിക്കുന്നു. കർത്താവായ ഈശോയെ, വിഗ്രഹങ്ങളുടെ വലിയൊരു ലോകം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, ഞങ്ങൾ കാണുന്നു. ദേവീദേവന്മാരും ദൈവങ്ങളും നാഥന്മാരും എല്ലാം പൗലോസ് അപ്പോസ്തലൻ പ്രിയപ്പെട്ട
ദൈവജനത്തിൻ്റെ കൊരുത്തത്തിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അതേപ്പറ്റി വ്യക്തമായിട്ട് കൊടുക്കുന്ന പ്രബോധനം ഞങ്ങൾ ശ്രദ്ധിച്ചു. വിഗ്രഹാരാധന ഓടി അകലണം. ബലിപീഠത്തിൻ്റെ ഭാഗഭാഗത്ത് ഒരു കാരണവശാലും എടുക്കരുത്. അവസരം ഗൗരവത്തോടെ മുന്നറിയിപ്പ് കൊടുക്കണം. അതിൻ്റെ പുറകിൽ പൈശാചികമായ കണികളും സാന്നിധ്യങ്ങളുമാണ്. വെളിപാട് 13 അതേക്കുറിച്ച് പ്രബോധനത്തിൻ്റെ ആഴം ഞങ്ങൾ ശ്രദ്ധിച്ചു. മൃഗമായിട്ട് കാണപ്പെടുന്ന ആരാധനാ ബിംബം, അതിൻ്റെ പുറകിൽ സർപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു വിഗ്രഹത്തിലൂടെ എന്തെങ്കിലും ശക്തികൾ പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ളത് പൈശാചിക സർപ്പത്തിൻ്റെ ശക്തി തന്നെയാണ് എന്ന് അടയാളങ്ങൾ പോലും കാണിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ ഈശോയെ, ഇങ്ങനെയുള്ള മേഖലയുടെ അഭിനയത്തിൻ്റെ കാര്യം പോലും പാടില്ല എന്ന് സഭ നിഷ്കർഷിക്കുന്നു. മക്കബയുടെ വസ്തുത്തിൽ എലയാസർ വന്ധ്യ വയോധികനായ വ്യക്തി 90-ാം വയസ്സിൽ ആട്ടിറച്ചി തിന്ന് പന്നിമാംസമാണെന്ന് ഭാവിച്ചുകൊണ്ട് അങ്ങനെ മതപീഡനത്തിലും മരണത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടും ഈ അഭിനയം ഈ പ്രായത്തിനും എൻ്റെ വിശ്വാസത്തിന് നിരക്കുന്നതല്ല, ഞാൻ ദുർമാതൃക കൊടുക്കുക, ഞാൻ ചെയ്യില്ല എന്ന് കടുത്തോടെ പറഞ്ഞുകൊണ്ട് പീഡന യന്ത്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് മരണം വരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. കർത്താവായ ഈശോയെ, ഈ മേഖല ഞങ്ങൾക്ക് വ്യക്തത തരണമേ. സകല കലഹങ്ങൾ ദൂരീകരിക്കണമേ. ഞങ്ങളുടെ വചനത്തിൻ്റെ വ്യക്തതയിൽ 1-ാം പ്രമാണത്തിൻ്റെ കരുത്തെടുത്തുകൊണ്ട് അങ്ങോട്ട് ചേർന്ന് രക്ഷയുടെ നിറവിലേക്ക് മുന്നേറുന്നവരാകാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സ്തുതി, സ്തുതി, സ്തുതി. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേകാധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗവൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമന അധികാരം അനുസരിച്ചും ഈശോയെ, ഈ വിശുദ്ധ മദ്ബഹയിൽ അങ്ങയുടെ ദീപികാരൻ്റെ സാന്നിധ്യം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് ഈശോയെ ദാസനിത അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ ആശീർവാദം നൽകപ്പെടുമ്പോൾ ഈ മക്കളിലേക്ക് അങ്ങ് വർഷിക്കാൻ ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളെല്ലാം ഇവരുടെ ഒഴുകി നിറയട്ടെ. വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ഈശോയെ, ഈ മക്കൾ അങ്ങയുടെ കൃപാവരം നിറവനായിട്ട് കാത്തു നിൽക്കുന്നു. പശുത്തെ അവിടെ വിപുല ഹൃദയത്തിലേക്ക് മക്കൾ ഓരോരുത്തരും കർത്താവ് ദാസം ചേർത്ത് വെക്കുന്നു. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ, എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ, എല്ലാ നിയോഗ മേഖലകളോടും കൂടെ, പ്രത്യേകിച്ച് ലോകം മുഴുവനുള്ള സകല ഞെരുക്കത്തിലും വിഷമത്തിലും പ്രാർത്ഥനമായിരിക്കുന്ന വ്യക്തികൾ എല്ലാവരോടും കൂടെ വളരെ പ്രത്യേകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ത്യാഗങ്ങൾ സമർപ്പിച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.